ഓം ശതധാരമുത്സമക്ഷീയമാണം വിഭശ്രിതം പിതരം വക്വാനം മേളിം മദന്തം പിത്രോരുപ സ്ഥേതം രോദസി പിബൃതം സത്യവാചം. ഓം ഗും ഗുരുഭ്യോ നമഃ. സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. അരുണകിരണജാലൈരഞ്ജിതാശാവകാശാ വിധൃതജപപടീകാ പുസ്തകാ വേദഹസ്താം. ഇതരവരകരാഢ്യാ ഭുല്ലകൽഹാരസംസ്ഥാ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീല. ഗോലോകനാഥം നദപാരിജാതം ഗോഗോപഗോപീനയനാബ്ജസൂരം. നാനാവിഭൂഷാപരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം. മേഘം നിന്റെ മനസ്സ് വാർന്നു പടരും കാളിന്തി നിൻ കണ്ണുനീർ. വ്യോമം നിന്റെ ഹൃദന്തം ഈറയിളകും നാദങ്ങൾ നിൻ ഗദ്ഗദം. താരം താവക സ്വപ്നം ഇന്ദുകല നിന്നീർത്തുള്ള രൂപം. മഹാകാലം നിന്നുടെ വാഴ്വ് നീലമയിലേ നീ രാധതൻ സങ്കടം. നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ. മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും രുചി കുറയും കാലമേറും ചടപ്പ്. പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട നോക്കുമ്പോൾ ഗർഭമാകും. വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവതല്ല. എത്ര യോഗ്യൻ മകനായാലും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ. ധന്യ സദ്ഗുരുനാഥാ ശരണം. അമ്മേ മൂകാംബികേ ശരണം. ജയ ശിവകാമ്യേ ജയ ചിദംബരം. ആത്മസ്വരൂപികളും പ്രേമസ്വരൂപികളുമായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ആദ്യമായി ഉള്ളവൻ്റെ എളിയ പ്രണാമം. യാഗം യജ് എന്ന ധാതുവിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെ നാഭിയായി അല്ലെങ്കിൽ വിശ്വനാഭിയായിട്ടാണ് യാഗത്തിനെ പറയാറുള്ളത്. ഈ വിഷയത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. യാഗത്തെ നിർത്തിയിട്ട് നിമിച്ചക്രവർത്തി എന്തുകൊണ്ടാണ് ഒരു ശ്രോതാവായി മാറിയത്? അതിൻ്റെ കാരണം എന്താണ്? അപ്പം അവിടെ ഉത്കൃഷ്ടമായ മറ്റെന്തോ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവണം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം ഇത്രത്തോളം പ്രൗഢമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സംവാദം മറ്റൊന്ന് ഭാഗവതത്തിലുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഓരോ ഭാഗങ്ങളും നോക്കുമ്പോഴും നമുക്ക് അതാതിൻ്റെ ലക്ഷ്യാർത്ഥ നിരൂപണം ചെയ്യുമ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട്. ഇവിടെ വളരെ മനോഹരമായിക്കൊണ്ട് പ്രത്യേകിച്ചും നാരദ മഹർഷി വസുദേവർക്ക് ചില തത്വദീക്ഷകൾ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ചില ധർമ്മങ്ങളെ പറയുന്ന രംഗത്തെയാണ് പുനരാഖ്യാനം ചെയ്യുന്നത്. ഇവിടെ ആദ്യമേ നമ്മൾ ബോധിക്കേണ്ട തത്വദീക്ഷ എന്ന് പറയുന്നത് ഭാഗവതം എന്താണ് എന്ന ചോദ്യത്തിന് ഭാഗവതം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. സർവവേദാന്ത സാരം ഹി ശ്രീ ഭാഗവതം ഇഷ്യത്തെ എന്നാണ്. ഇപ്പോൾ വേദാന്ത സാരമായിരിക്കുന്ന ഭാഗവതത്തിൻ്റെ വേണ്ടതുപോലെയുള്ള മനനം അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഏകാദശ സ്കന്ധത്തിലേക്ക് വരുമ്പോൾ പരിപൂർണമായി നമ്മളെ ആവരണ വിക്ഷേപാദികളിൽ നിന്ന്
മോചനം നൽകി അനുഗ്രഹിക്കാനുള്ള വലിയ ഒരു പ്രയത്നമാണ് വേദവ്യാസ മഹർഷി തെളിയിച്ചിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. അപ്പം ഇവിടെ 9 പേരാണ് ഇതിൻ്റെ അധികാരികളായിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം. അവർക്ക് തന്നെ ഒരു ചരിത്രമുണ്ട്. ഋഷഭദേവൻ്റെ 100 മക്കളിൽ 9 പേര് നവയോഗികളായി മാറി എന്നാണ്. അവർ ഇന്നും ആ പരമ്പര ലോകത്ത് അവശേഷിക്കുന്നുണ്ട്. ഹിമാലയത്തിൽ ഇന്നും നമ്മൾ കാണുന്ന നവനാഥ സാധു സംഘം എന്ന പേരായിട്ട് ഇന്നും വെളിച്ചമായി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നവയോഗികളുടെ പരമ്പര അതിന്നും നമ്മൾക്ക് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ആമുഖമോ അല്ലെങ്കിൽ ആശയ വിശദീകരണമോ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഭാഗവതത്തിലെ ഒരുപാട് തത്വപ്രവചനങ്ങൾ കേട്ടിട്ട് അതാത് വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണല്ലോ ഇതിന് തത്വസമീക്ഷാ സത്രം എന്ന പേര് തന്നെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരേ ഒരു കാര്യം ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബോധിക്കാനുള്ളത്, പറയുന്നതാരാണ് കേൾക്കുന്നതാരാണ് എന്നുള്ളതും കൂടിയാണ്. ഭാഗവതം വളരെ വ്യക്തതയോടുകൂടി പറയുന്നുണ്ട്, ഈ 9 പേരും പരമഹംസഭാവത്തിലുള്ളവരാകുന്നു. അവരാണ് ഇതിൻ്റെ പ്രവക്തൃപീഠത്തിലിരുന്നു കൊണ്ട് ഈ വിഷയാവതരണം അനുഷ്ഠിക്കുന്നത്. കേൾക്കുന്നതാവട്ടെ യാഗം എന്ന് പറയുന്ന കാമ്യമായിരിക്കുന്ന ധർമ്മങ്ങളിൽ ഉണ്ടായിരുന്ന ശ്രദ്ധയെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് തൻ്റെ ജിജ്ഞാസയെ ലോക നന്മയ്ക്ക് വേണ്ടി പ്രകാശിപ്പിച്ചിട്ടുള്ള നിമിച്ചക്രവർത്തിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ സംവാദത്തിൻ്റെ പ്രത്യേകത ഇത് കേൾക്കാനൊരു അധികാരം ഉണ്ടാവണം എന്നുള്ളതും കൂടിയാണ്. കേൾവിക്ക് അധികാരം ഉണ്ടാവണം. നമ്മൾ കേൾവിക്ക് അധികാരികളാണോ എന്നുള്ളത് സ്വയം നമ്മൾ നിരീക്ഷിക്കേണ്ടതാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സംവാദത്തിൻ്റെ ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ നവയോഗികൾ യാഗശാലയിലേക്ക് വരികയാണ്. ഈ യാഗം നടക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ നിമിച്ചക്രവർത്തിക്ക് ഈ നവയോഗികളെ തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 9 പേര് ഇങ്ങോട്ട് കടന്നു വന്നാൽ നമുക്ക് അവരാരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ആദ്യം നമ്മളിത് പഠിക്കുമ്പോൾ തുടങ്ങി വയ്ക്കേണ്ടത്. സ്വാമി രാമ ഹിമാലയൻ മാസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായിട്ടുള്ള ഗ്രന്ഥമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സനാതനൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കന്യാകുമാരിയിൽ ജ്ഞാനാനന്ദ സന്താശ്രമത്തിലുണ്ട്. അപ്പം ഞാനൊരിക്കലും അവിടെ ചെന്ന സമയത്ത് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, സ്വാമി രാമയുടെ കൂടെ ഉണ്ടായിരുന്ന അങ്ങയുടെ ഓർമ്മകളും അനുഭവങ്ങളും എങ്ങനെയുള്ളതാണെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, മോനെ അത് നമുക്ക് ഒന്നും തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫ്രീക്വൻസി അളക്കാൻ ആവശ്യമായിരിക്കുന്ന സ്കെയില് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഒരു സാധാരണക്കാരൻ്റെ അടുത്ത് ഇരിക്കണ മാതിരി നമുക്ക് തോന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് അന്വർത്ഥമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഈ തത്വദീക്ഷകൾക്ക് ആധാരമായിരിക്കുന്ന പരമഹംസ ഭാവത്തിലുള്ള യോഗികളൊക്കെ നമ്മുടെ ചുറ്റുപാടുണ്ടെങ്കിലും നമ്മൾക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ പശ്ചിമഘട്ട നിരകളിലുണ്ടായിരുന്ന മഹാനായിരുന്ന ശിവപുരി ബാബ, അദ്ദേഹമൊക്കെ കേരളത്തിൽ ആഴത്തിൽ ഇനിയും മനനം ചെയ്യേണ്ട മഹാത്മാക്കൾ തന്നെയാണ്. കാരണം സ്വാമി രാമ ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾ അവരുടെ ശ്രീവിദ്യോപാസനയെ വേണ്ടതുപോലെ ഭംഗിയാക്കാൻ അതിൻ്റെ പുരസ്കരണാദികൾക്കൊക്കെ ഉപദേശം തേടിയിട്ടുള്ള ശിവപുരി ബാബാജിയുടെ ചരിത്രം, നേപ്പാളിലെ ശിവപുരിയിലായിരുന്നു അദ്ദേഹം അവസാന കാലത്ത് ഉണ്ടായിരുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസദേവന് പോലും പ്രാണായാമത്തിൻ്റെ ചില തലങ്ങളും നിർവികൽപ്പ സമാധിയുടെ ചില പ്രായോഗിക വശങ്ങളുമൊക്കെ ഉപദേശിച്ച അരോബിന്ദോയെ സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന മഹാനായിരുന്നു ശിവപുരി ബാബ. അതുപോലെ മായി അമ്മ, അതേപോലെ വളരെ വിഖ്യാതനായിട്ടുള്ള ലാഹിരി മഹാശയനെ പോലുള്ള അവധൂത പ്രഭൃതികളൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനായിട്ട് സാധിക്കുമെങ്കിൽ ഇവരെ പോലുള്ള തപസ്വികൾക്ക് മാത്രമാണെന്നുള്ളത് മറന്നു പോകാതിരിക്കട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള അവധൂത സിദ്ധന്മാരുണ്ട്. അപ്പം ഏതായാലും അവരിലൂടെ നിമിച്ചക്രവർത്തി നേടിയെടുത്തത് എന്താണ്
എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഇപ്പം നിമി ചക്രവർത്തി ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യം, ഈ നിമി നവയോഗി സംവാദത്തിലെ ആദ്യത്തെ ചോദ്യം തന്നെ എന്താണ് ഭാഗവത ധർമ്മം എന്നുള്ളതാണ്. ചോദ്യം വളരെ ലളിതമായിട്ടാണ് തോന്നുക. എന്താണ് ഭാഗവത ധർമ്മം? ഒരു ഭാഗവത സ്വരൂപനായിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് തിരിച്ചറിയുക? അല്ലെങ്കിൽ ഒരു ഭക്തന്റെ ലക്ഷണം എന്താണ്? ഇതെല്ലാം ആ ആദ്യത്തെ ചോദ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഭാഗവത ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ അതിനടിസ്ഥാനപരമായിട്ടുള്ള വാക്ക് തന്നെ ഭക്തി എന്നുള്ളതാണ്. ഇത് വളരെ ആലോചിച്ച് മാത്രം നമ്മൾ സമീപിക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം ഭക്തി എന്നാൽ എന്താണ് എന്ന ചോദ്യം അത്യന്തം ശ്രദ്ധയോടുകൂടി നമ്മൾ പരിശോധിക്കണം. ഭാഗവതത്തിലെ 2-ാമത്തെ ശ്ലോകം, ധർമ്മപ്രോച്ഛിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിന് ശ്രീധരാചാര്യ സ്വാമികൾ ശ്രീധരീയത്തിൽ വ്യാഖ്യാനം ചമയ്ക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് ഭക്തി എന്താണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലാണോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ കാപട്യമില്ലാത്ത ധർമ്മത്തെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശ്രീധരീയത്തിൽ അത്ര ശ്രീമതി സുന്ദരി ഭാഗവതേ പരമോ ധർമ്മോ നിരൂപ്യതേ പരമത്വ ഹേതു പ്രകർഷ്ണോചിതം കൈതവം കപടം യസ്മിൻ സഹ പ്രശബ്ദേന മോക്ഷാഭി സന്തിരപി നിരസ്തഃ കേവലം ഈശ്വരാരാധനാരൂപോ ധർമ്മോ നിരൂപ്യതേ എന്നാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ ഗുണം. കാരണം ഈ ആർഷമായിട്ടുള്ള ഒരു ഭാഷ നമുക്കുണ്ടായിരുന്നു, അത് നമ്മൾ വേണ്ടാന്ന് വെച്ചു. കയ്യിലുള്ള രത്നക്കല്ല് ആർക്കോ കൊടുത്തിട്ട് കുരുട്ടുകല്ല് തപ്പിപ്പോയവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്കിതൊക്കെ വല്ലവരും പറഞ്ഞ കോണ്ടെക്സ്റ്റുകൾ പഠിക്കേണ്ട ഗതികേടിലാണ്. ഒറിജിനൽ കോണ്ടെക്സ്റ്റുകളൊന്നും നമ്മൾ കാണുന്ന പോലും ഇല്ല പലപ്പോഴും. അത് ഭാഗവതാണെങ്കിൽ പോലും ഒറിജിനലായിട്ടുള്ള കോണ്ടെക്സ്റ്റുകൾ വരെ നമുക്ക് മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക് ആവരുത്. കുറച്ചൊരു ശ്രമം ശാസ്ത്ര പഠനത്തിന് വേണ്ടതാണ് എന്നുകൂടെ ഇവിടെ സൂചിപ്പിക്കട്ടെ. അപ്പം ഇവിടെ പറയുകയാണ്, എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ബാഹ്യമായൊരു പ്രകടനപരതയിൽ കാണിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമേ അല്ല. മറിച്ച് എപ്പോഴാണോ ശരണാഗതി അടയുന്നത്, അതായത് മോക്ഷം വേണം എന്ന് ആഗ്രഹിക്കുന്നത് പോലും ആഗ്രഹത്തിൻ്റെ ഒരു പട്ടികയിൽ പെടുന്നതാണ് അത്രേ. മനസ്സിലാവുന്നുണ്ടോ? എന്നെ ഏകദേശമൊക്കെ നോക്കി പേടിപ്പിച്ച് കഴിഞ്ഞില്ലേ? ഞാൻ അത്യാവശ്യം പേടിച്ചിട്ടുണ്ട്. ഇനിയൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമ്മൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് അങ്ങനെയാണ്. നമ്മൾ മലയാളികളായതുകൊണ്ട് കുറച്ച് നമ്മളൊന്ന് ബലം പിടിച്ചൊക്കെ ഇരിക്കും. ആധ്യാത്മിക സദസ്സുകളിൽ വന്നിട്ട് ശാന്തത ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ശാന്തത വരാത്തത് കൊണ്ടാണ്. ആ ശാന്തത വരാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടെ പ്രഭാഷണമൊന്നും നടത്തുന്നില്ല, നമ്മളാരും കേൾക്കുന്നുമില്ല. നമ്മളൊരു ലയം പ്രാപിക്കാനുള്ള ശ്രമത്തിലാണ്. ആ ലയം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിതോട് താതാത്മ്യം എന്ന് പറയാം. നമ്മളിതൊക്കെ ഒന്ന് മറക്കുക, വിസ്മൃതി ഉണ്ടാവണം കുറച്ചൊക്കെ ഏതിൽ നിന്ന് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മോക്ഷം മുക്തി എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്തുകൊണ്ടാണത് നമുക്ക് മനസ്സിലാവാത്തെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ മുഴുവനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ 2ആയിട്ടാണ് തരംതിരിക്കുക. ഒന്ന് പ്രത്യക്ഷം എന്നാ പറയുക, രണ്ടാമത്തത് അപ്രത്യക്ഷം എന്നാ പറയുക. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, ഈ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് ഗോചരമാവുന്നത്. അപ്പം കാണുന്നത് എന്ന അർത്ഥത്തിലല്ല. കാരണം ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കണ്ണ് വേണമെന്നില്ലല്ലോ. മനസ്സിലായില്ല? ഇപ്പം സാമ്പാർ തിളച്ചോ എന്നറിയാനായിട്ട് കണ്ണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഈ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റണത്. അപ്രത്യക്ഷം എന്ന് പറഞ്ഞാലോ ഈ 5നും ഗോചരമല്ലാത്തത്. അപ്പോൾ ഒരു ചോദ്യം വരും, അപ്പോൾ ഈശ്വര തത്വം ഇതിലേതാണ്? പ്രത്യക്ഷമാണോ അപ്രത്യക്ഷമാണോ? അപ്പൊ കുടുങ്ങി. ഈശ്വര തത്വത്തെ പ്രത്യക്ഷം എന്നുമല്ല പറയുക, അപ്രത്യക്ഷം എന്നുമല്ല പറയുക. ഈശ്വര തത്വത്തെ പറയുന്ന പേര് അപരോക്ഷം എന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് ചിലത് പിടികിട്ടാത്തത്. അത് അപരോക്ഷമാണ്. അപരോക്ഷം ഏതുപോലെയും ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കണ്ണാണ്. കണ്ണുകൊണ്ട് നമ്മളെല്ലാ വസ്തുക്കളെയും കാണുകയാണ്, അല്ലേ? കണ്ണുകൊണ്ട് കാണാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പം ഈ കണ്ണുകൊണ്ട് എല്ലാ വസ്തുക്കളെയും നമ്മൾ കാണുന്നു എന്ന് പറയുമ്പോഴും
കണ്ണിനെ എന്നെങ്കിലും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? എന്തും മിണ്ടാത്തത്? കാണാൻ സാധിക്കില്ലല്ലോ. നമ്മൾക്ക് വേണമെങ്കിൽ കണ്ണാടി നോക്കിയാൽ കാണുന്നത് ഒറിജിനൽ അല്ല, അത് ബിംബം എന്നാണ്. ബിംബം എന്ന് പറഞ്ഞാൽ തന്നെ തല കുത്തനെ ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുക. റിഫ്ലക്റ്റഡ് ഫോമാണ് കാണുന്നത്. അപ്പോൾ കണ്ണ് എവിടെ എന്ന് ചോദിക്കുന്നത് എന്തുപയോഗിച്ചുകൊണ്ടാണ്? കണ്ണുപയോഗിച്ചുകൊണ്ടാണ്. കാരണം കണ്ണ് എല്ലാറ്റിനെയും കാണാൻ സഹായിക്കുമ്പോൾ കണ്ണിനെ കാണാനായിട്ട് കണ്ണുകൊണ്ട് സാധ്യമാവാത്തത് കണ്ണിനെ കണ്ണിൽ നിന്ന് ഭിന്നമാക്കാൻ നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ടാണ്. അതുപോലെയാണ് ഈശ്വര തത്വം. നമ്മളൊക്കെ അന്വേഷിക്കുകയാണ് എല്ലാ ദിവസവും ഈശ്വരൻ എവിടെ, എന്താ കാരണം? കണ്ണെവിടെ എന്ന് ചോദിക്കണ മാതിരിയാണ്. ഒരു സമുദ്രത്തിലൊരു കുഞ്ഞി മീൻ ഒരിക്കലും ഒരു അമ്മ മീനിനോട് ചോദിച്ചു, അമ്മേ അമ്മേ എന്താ വെള്ളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അമ്മ മീൻ പറഞ്ഞു കൊടുത്തു കുഞ്ഞു മീനിനോട്, മോനെ വെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പറയാൻ സാധിക്കുന്ന ഒന്നല്ല, കാരണം അതെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. നീ കുറച്ചും കൂടെ ഒക്കെ വലുതായിട്ട് വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി പഠിക്കും, മീനുകൾക്കും ഉണ്ടാവും ഇങ്ങനത്തെ പഠനങ്ങളൊക്കെ, നമുക്ക് മാത്രമല്ല. അപ്പം അന്ന് നിനക്ക് മനസ്സിലാവും എന്താണ് വെള്ളം എന്നുള്ളത്. അപ്പോൾ കുട്ടി മീനിന് തൃപ്തിയായി എന്നാണ് പറയണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെവിടെ ഇരുന്നാ പറയണത് വെള്ളം കാണാൻ പറ്റില്ല, വെള്ളം ഗ്രേറ്റ് ആണെന്ന് പറയണത് എവിടെ ഇരുന്നിട്ടാണ്? വെള്ളത്തിലിരുന്നിട്ടാണ്. അതുപോലെയാണ് നമ്മുടെ ഈശ്വരാന്വേഷണം. അതുകൊണ്ടാണ് ഈശ്വരാന്വേഷണത്തിന് നമ്മൾ പലപ്പോഴും പല വിഭാഗങ്ങളെ നമ്മൾ കൊണ്ടുവന്നത്. ഭക്തി എന്നൊക്കെ നമ്മൾ പറയുകയാണ്. യഥാർത്ഥത്തിൽ എന്താണത്? താതാത്മ്യപ്പെടലാണ്. അത് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആനന്ദം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഭാഗവത കഥകൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മാകാര വൃത്തിയെ പലതായിട്ട് കാണിക്കുകയാണ്. ഒരേ സത്വത്തെ, ഒരേ സ്വത്വത്തെ, ഒരേ ഗുണത്തെ പല രീതിയിൽ നമ്മുടെ സംസ്കാരത്തിനും വാസനയ്ക്കും അനുസരിച്ചിട്ട് അവർ പറയുകയാണ് നമ്മളോട്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഭക്തി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് നമ്മളിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന യാചനകളൊന്നുമല്ല. ഇപ്പം നമ്മൾ നടത്തുന്ന യഥാർത്ഥത്തിൽ വികാരപ്രകടനം മാത്രമാണെന്ന് കാണാൻ സാധിക്കും. കാരണം എന്താണ്? നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് ഭാഗവതം പറയുന്നത് മുക്തി വേണം എന്ന് ആഗ്രഹിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ എന്താണ്? ആഗ്രഹങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ്. മനസ്സിലാവണല്ലേ? അതാണ് യഥാർത്ഥത്തിൽ ഗോപികമാരുടെ ഭക്തി നേരത്തെ പറഞ്ഞു വെച്ചത്. ഈ നിമിനവയോഗി സംവാദങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന വേളയിൽ ഭാഗവതം മുഴുവനും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. കാരണം എന്താ വെച്ചാൽ ഗോപികമാരുടെ ഭക്തിക്ക് ഒരു പ്രാധാന്യമുള്ളത് അതുകൊണ്ടാണ്. അവരൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഏതുപോലെയാണോ നമ്മുടെ ശ്വാസോച്ഛ്വാസം നമ്മളിൽ സഹജമായിട്ടിരിക്കുന്നത്, അതുപോലെയാണ് ഗോപികമാരുടെ ഭക്തി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ദശമം 47-ാം അധ്യായം തുടങ്ങുന്ന സമയത്ത് കാണും, ഉദ്ധവദൂത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാണും, തം വീക്ഷ്യ കൃഷ്ണാനുചരം വ്രജസ്ത്രിയം പ്രലംബബാഹും നവകഞ്ചലോചനം പീതാംബരം പുഷ്കരമാലിനം ലസത് മുഖാരവിന്ദം മണിമൃഷ്ടകുണ്ടലം. അവർ കണ്ടു. ആരെയാ കണ്ടത്? ഉദ്ധവനെ അവർ കാണുകയാണ്. ഉദ്ധവനെ കണ്ടപ്പോൾ ഗോപികമാർക്ക് സദാ സദാ ഭക്തി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നിൽ നിന്ന് അന്യമല്ല ഈശ്വരൻ എന്ന ചിന്തയുള്ള കാരണം ഉദ്ധവനെ കണ്ടപ്പോഴേ അവർക്ക് തോന്നിയത് അത് കൃഷ്ണനാണ് എന്ന് തന്നെയാണ്. അപ്പൊ താതാത്മ്യപ്പെട്ടു എന്നർത്ഥം. ഏത് കണ്ടാലും അത് കൃഷ്ണനാണോ എന്ന ബോധം, അതായത് അന്തര്യാമിയായിരിക്കുന്ന തൻ്റെ ആത്മജ്യോതിസിനെ എല്ലായിടത്തും ദർശിക്കുക എന്നുള്ളതാണ്. കൃഷ്ണനാണോ എന്ന ശങ്ക അവർക്ക് തോന്നി എന്ന് പറയുന്നത്. കാരണം ഗോ എന്ന വാക്കിനർത്ഥം തന്നെ പ്രാണൻ എന്നാണ്. അല്ലാതെ ഏതോ കുറച്ച് സ്ത്രീ ഭാവത്തിലുള്ള ഏതോ കുറച്ച് ആളുകൾ എന്ന അർത്ഥത്തിൽ മാത്രം എടുക്കരുത്. കഥയെ നമ്മൾ നോക്കി കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അവസാനം പറയുന്നുണ്ട്. കഥായി മാസ്തേ കഥിതാമഹേസാം എന്നുള്ള ശ്ലോകത്തിനെ നമ്മൾ പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് കഥകൾ പാരമാർത്ഥമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ള അർത്ഥത്തിൽ അല്ല കേട്ടോ. മറിച്ച് അവിടെ പറയണത് എന്താ വെച്ചാൽ, ഭഗവത് കഥകൾ അല്ലയോ പരീക്ഷിത്തെ, ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. പാരമാർത്ഥിക സത്യത്തെക്കുറിച്ച് പറയണമെങ്കിൽ വിഷമുണ്ട് വാക്കുകളെ കൊണ്ട്. ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് ഞാൻ നിന്നോട് പറയുകയാണ് എന്നും കൂടെ ഒരു അർത്ഥം അവിടെ ഉണ്ട്. അല്ലാതെ ഈ പറഞ്ഞതൊന്നും ഇല്ലാത്തതാണ് നത്തു പാരമാർത്ഥ്യം എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെ ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്. അതെങ്ങനെയാണ് പറയാൻ തോന്നണമെന്ന് മനസ്സിലാവണില്ല. കാരണം ഇത് പാരമാർത്ഥിക സത്യമല്ലാതെ മറ്റൊന്നും, അബ്സല്യൂട്ട് ട്രൂത്ത് അല്ലാതെ മറ്റൊന്നും ഭാഗവതം മുന്നോട്ട് വെച്ചിട്ടില്ല. അപ്പം ഇവിടെ ഭക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ സുവ്യക്തമായി തന്നെ
ഇവിടെ ഉത്തരം പറയുകയാണ്, അത് താതാത്മ്യപ്പെടലാണ്. എന്തിനോടുള്ള താതാത്മ്യപ്പെടൽ? അവനവനോടുള്ള താതാത്മ്യപ്പെടലാണ്. അതിനാണ് ഭാഗവതം നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുക. അതിനെന്താ വേണ്ടത്? അതാണ് ഭക്തന്റെ ലക്ഷണം എന്താണെന്ന് ചോദിക്കുക. ഇതൊക്കെ കൂടെ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ലല്ലോ, അറിയാം. വളരെ വിസ്തൃതമായിരിക്കുന്ന പഠനമാണ് വേണ്ടത്. നമ്മളിതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ ഇത്തരം സന്ദർഭങ്ങളിൽ. അത് മതി ജിജ്ഞാസ ഉണരാനായിട്ട്. നമ്മുടെ ഹൃദയം ആർദ്രമാവുന്നുണ്ടോ? അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹൃദയത്തിന് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്, ആർദ്രത. ആ ഈശ്വരൻ എന്ന് കേൾക്കുന്ന സമയത്ത്, അതാണ് ഉദ്ധവൻ്റെയും വിതുരൻ്റെയും ഒക്കെ ഉദാഹരണം നമ്മൾ കാണുന്നത്. കൃഷ്ണൻ എന്ന് മുഴുവൻ പറയാൻ വയ്യ ആ ഉദ്ധവന്. അപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാണ്. കാരണം ആ ഭഗവത് സ്വരൂപത്തിനോട് ബന്ധപ്പെട്ട ഓരോരുത്തരും ഭഗവാനെ കാണുന്ന ഓരോരോ രംഗങ്ങളുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും ഭഗവത് കഥകൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ നിന്നറിയാതെ ആർദ്രമായിരിക്കുന്ന ആ ഇറനണിയുന്ന ഭാവം വരുന്നുണ്ടോ? അതാണ് ഇവിടെ ചക്രവർത്തി കേട്ട് മനസ്സിലാക്കിയത്. ഭാഗവതന്റെ ലക്ഷണം എന്താണ് എന്ന് ചോദിക്കുമ്പം ഈ ആർദ്രതയെ തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. യശോദാമ്മ ആർദ്ര സ്വരൂപിണിയായിരുന്നു. ദേവകീദേവി അതുപോലെ. പണ്ട് വൈഷ്ണവാചാര്യന്മാരൊരു രംഗം സാധാരണ വർണ്ണിക്കാറുണ്ട്. നമ്മളങ്ങനെ സാധാരണ കേട്ട് പരിചയിക്കാത്തൊരു രംഗം സാധാരണ പറയാറുണ്ട്, ഈ ആർദ്രതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ കംസനെ മോക്ഷം കൊടുത്തതിന് ശേഷം സാക്ഷാൽ ഈ ഉണ്ണി വരുന്നൊരു വരവുണ്ട് തൻ്റെ അമ്മയെ കാണാനായിട്ട്. അപ്പോൾ എത്രയോ കാലങ്ങൾ ആ ഇരുട്ടറയ്ക്കുള്ളിൽ ഒരു പഴന്തുണിക്കെട്ട് പോലെ കിടന്ന ആ അമ്മ, ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? ഭഗവാനെ ജന്മം കൊടുത്തെങ്കിലും എത്ര നാൾ വേണ്ടി വന്നു ആ അമ്മയ്ക്ക് ആ ഉണ്ണിയെ ഒന്ന് സ്പർശിക്കാൻ. അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, ദേവകി പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, ഇന്ന് എന്തൊക്കെയോ മേളമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ പുറത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ആരും അതിന് മറുപടി പറഞ്ഞില്ല. ഏതായാലും ഏകാന്തതയിൽ അവൾ ആ പോക്കുവയിൽ ചിന്നി വീണ പ്രഭാതം മുന്നോട്ട് പോകവേ കുറേ നേരം കഴിയുമ്പോഴാണ് ആരവങ്ങളെല്ലാം ഒടുങ്ങി കംസന മോക്ഷം കൊടുത്ത ശേഷം ഭഗവാൻ ആ അമ്മയുടെ അടുത്തേക്ക്, തൻ്റെ യഥാർത്ഥ അമ്മയുടെ അടുത്തേക്ക് വരുന്ന ഒരു രംഗം നമ്മൾ കാണാതെ പോകരുത്. അത് ആർദ്രതയുടെ ഏറ്റവും അതീവമായിരിക്കുന്ന ഒരു സ്പന്ദം നിറഞ്ഞു നിൽക്കുന്നൊരു മുഹൂർത്തമാണ്. കാരണം ആ രണ്ട് കരങ്ങളാണത്രേ ആദ്യമായിട്ട് ആ അമ്മ കാണുന്നത്. ആ ഇരുട്ട അറയ്ക്കുള്ളിൽ കിടക്കുന്ന ആ അമ്മയുടെ മുമ്പിലേക്ക് ചോരപ്പൂ പോലെ രണ്ട് പിഞ്ചിളം കൈകൾ വരുമ്പോൾ പെട്ടെന്നാണ് ആ അമ്മ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കുന്നത്. അപ്പോഴാണ് ആ അമ്മ പറയുന്നത്, കൃഷ്ണ, നീ വരുമെന്നൊരു നാൾ ഈ അമ്മയ്ക്ക് അറിയാമായിരുന്നതേ. എത്രയോ കുഞ്ഞുങ്ങളെ പ്രസവിച്ചെങ്കിലും പാല് കൂട്ടാനാവാതെ നെഞ്ചിൽ കല്ലിച്ചു പോയിരിക്കുന്ന മുലപ്പാൽ ഒരു അണമുറിയാത്ത പ്രവാഹമായി എന്തേ ഒഴുകുന്നുവെന്ന് ശങ്കിക്കുന്ന ആ അമ്മയുടെ സംശയങ്ങളെ മാറ്റിക്കൊണ്ട് കായാമ്പൂ വർണ്ണൻ ആ അമ്മയെ വാരിപ്പുണരുന്ന ആർദ്രതയിൽ നമ്മൾ സ്വയം അലിഞ്ഞില്ലാതാവുമ്പോഴാണ് ഭാഗവതത്തിൻ്റെ രസം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ആ രംഗം മാത്രം നമ്മൾ മനനം ചെയ്താൽ ഭക്തൻ്റെ ലക്ഷണം എന്താണെന്ന് മനസ്സിലാവും. നമ്മളിലൂടെയാണ് നമ്മൾ ബോധിക്കേണ്ടത്, അല്ലാതെ മറ്റൊരാളിലൂടെയല്ല. ഇത് മറ്റൊരാളിലൂടെ കണ്ട് ബോധിക്കേണ്ടതല്ല. കാരണം കാരണം കൃഷ്ണൻ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെ എല്ലാം സുഗന്ധപൂരിതമായിട്ട് പരസ്പരം ആ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് ഭക്തിയുടെ സർവഥാ നമ്മൾ ബോധിക്കേണ്ട ലക്ഷണം എന്ന് പറയുന്നത്. കാരണം കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ഭഗവാന്റെ വിവാഹം നിശ്ചയിക്കപ്പെടുന്ന വേളയിൽ നമ്മൾ കാണാതെ പോകുന്ന ഇത്തരം ഒരു രംഗമുണ്ട്. കാരണം ഇങ്ങനെ വിവാഹം നിശ്ചയിച്ചു, എല്ലാം ശരിപ്പെട്ടു. അപ്പോൾ ഒരു വീട് ഇവിടെ ഉണ്ട്. വസന്തഋത്തുവിൻ്റെ മനോഹാരമായിരിക്കുന്ന ഒരു കാലം കഴിഞ്ഞു പോയി. അവസാനം ശ്മശാനത്തിലെ ഉണക്കലരിയും ദർഭപ്പുല്ലുകളും ചിതറിക്കിടന്ന് ഭൂമി വിണ്ടു കീറപ്പെട്ട് പുഷ്പങ്ങൾ ഒരിക്കലും വിടരാത്ത ആ വൃന്ദാവനത്തിൻ്റെ ഒരു മണ്ണ്. അതുപോലെ ശ്മശാന മൂകതയാണ് അവിടെ ഉള്ളത് എപ്പോഴും. ഗോപികമാരുടെ ചിലമ്പൊലികളൊക്കെ കേൾക്കാം. കാരണം അവർ വിചാരിക്കുന്നത് എന്താണ്? ഭക്തിയുടെ ദൃഢതരമായിരിക്കുന്ന ബോധത്തിൽ അവരെല്ലാ ദിവസവും പാടുന്നതും പ്രാർത്ഥിക്കുന്നതും എന്താണ്? ഇന്നെങ്കിലും വന്നിടുമെൻ്റെ കൃഷ്ണൻ എന്നോർത്തു ഗോപാങ്കന നാളുതോറും പ്രത്യാശയോടെ
അശനീയമെല്ലാം തട്ടിക്കുടഞ്ഞു വിരിച്ചിടുന്നു. ഇന്നെങ്കിലും ആ കണ്ണൻ വരും എന്ന് വിചാരിക്കുന്ന ഗോപികമാരുടെ ഭക്തി അത് ആഴത്തിലുള്ളതാണ്. അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്രയും വലിയൊരു സ്പന്ദമാകുന്നു. അപ്പോൾ ആ വീട്ടിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തിനാണ് കൃഷ്ണൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായത്. എൻ്റെ സഹജമായിരിക്കുന്ന ആനന്ദമാണ് എന്ന് ഞാൻ അറിയുമ്പോഴാണ് അതിന് ഭാഗവതം ഉദ്ദേശിക്കുന്ന നിമിനവയോഗി സംവാദത്തിലെ ഭക്തിയോഗം എന്ന് നമുക്ക് അല്പമെങ്കിലും താതാത്മ്യപ്പെടുത്താൻ സാധിക്കുക. മറ്റൊന്നുമില്ല അവിടെ. ആ അദമ്യമായിരിക്കുന്ന, അവാച്യമായിരിക്കുന്ന, ഭൗമമായിരിക്കുന്ന, അനന്യവും അന്യൂനവുമായിരിക്കുന്ന പ്രേമം അണപൊട്ടി ഒഴുകുമ്പോഴാണ് ഭക്തി. അതുകൊണ്ടാണ് നാരദര് ഭക്തി സൂത്രത്തിൽ സാത്വമസ്മിൻ പരമപ്രേമരൂപ ഇതി ഭക്തി എന്ന് പറഞ്ഞു വെച്ചത്. അതാണ് ആ രംഗം. യഥാർത്ഥത്തിൽ ഭഗവാൻ സ്പർശിച്ചു പോയ ഓരോരുത്തരും പരസ്പരം കാണുമ്പോൾ ഈ പാരസ്പര്യം നമുക്കവിടെ കാണാൻ പറ്റും. കാരണം ഭഗവാന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. രുക്മിണീ ഹരണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചിരിക്കുന്നു. എല്ലാ സ്ഥലത്തും പോയി ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എത്ര മനോഹരമായിട്ട് ആ വിവാഹം ക്ഷണിച്ചിട്ടുണ്ടാവും. അവസാനമാണ് ആ രാവ് അണയാറാവുമ്പോഴാണ് ചോദിക്കുക ദേവകി, ഒരാളോട് മാത്രം നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പം ചോദിക്കും അതാരാണ്? അപ്പോഴാണ് പറയുക യശോദയോട് നമ്മൾ പറയണ്ടേ. ഭഗവാനെ വളർത്തി വലുതാക്കിയ ആ അമ്മയ്ക്ക് ഈ ഉണ്ണിയുടെ വിവാഹം കാണാനായിട്ട് സാധിക്കില്ലേ? അപ്പോഴാണ് ഇവർ പരസ്പരം പറയുക, നമ്മളെങ്ങനെയാണ് ആ അമ്മയോട് ചെന്ന് പറയുക? എത്രയോ കാലം കടന്നു പോയില്ലേ, ഇതുവരെ നമ്മൾ അവരൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. അവരുടെ ദുഃഖം എത്ര വലുതാണെന്ന് നമ്മൾ അന്വേഷിച്ചോ? എങ്ങനെയാണ് നമ്മൾ അവരുടെ മുഖത്തേക്ക് ഇനി പോയി നോക്കുക? അവസാനം വൈഷ്ണവാചാര്യന്മാർ പറയും, ഈ വിവാഹം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു രംഗത്തെക്കുറിച്ച് പറയാറുണ്ട് ശ്രീരംഗപട്ടണത്തൊക്കെ ഉള്ള ആചാര്യന്മാർ പറയുമ്പോൾ. അപ്പോൾ ആ രംഗം നമ്മുടെ ഹൃദയത്തെ എങ്ങനെയാണ് സ്പർശിക്കാതിരിക്കുക? കാരണം ഈ ദേവകി വന്നിട്ട് യശോദയോട് ആ അരണ്ട വെളിച്ചത്തിൽ വൃന്ദാവനത്തിൻ്റെ പുണ്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ ആ യശോദാമ്മയും ദേവകിയും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. കൈകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നിമിഷത്തിൽ അവർ അലിഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് പറയുക, കണ്ണൻ്റെ വിവാഹമാണ് നാളെ എന്ന് പറയുന്ന ഒരു ആർദ്രമായൊരു രംഗത്തെ സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്? എൻ്റെ ഈഗോ, ഞാൻ 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 നഷ്ടപ്പെടാൻ തുടങ്ങും. എപ്പോഴാണോ ഈ കഥ കേട്ടിട്ട് ഞാൻ നഷ്ടമാവുന്നത്, അപ്പം അത്രയും നമുക്ക് ഭക്തി എന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് എന്നെ നഷ്ടപ്പെടുത്തുകയാണ് വേണ്ടത്. ഞാൻ അലിഞ്ഞ് എന്നിൽ തന്നെ ചേരുക. അതാണ് അസ്ഥിഭാതിപ്രിയ സ്വരൂപമായിരിക്കുന്ന തത്വദീക്ഷയാണ് എൻ്റെ സ്വരൂപം എന്ന് പറയുക. അസ്ഥി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉള്ളത്, ഭാതി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത്, പ്രിയം എന്ന് പറഞ്ഞാൽ ആനന്ദത്തോട് കൂടിയിട്ടുള്ളത്. ആ അസ്ഥിഭാതിപ്രിയ സ്വരൂപമായിരിക്കുന്ന എന്നിൽ ഞാൻ ഉണ്ട് എന്ന ബോധമാണ് ഭാഗവതം പറയുന്ന സൃഷ്ടി എന്ന് പറയുന്നത്. ഞാൻ എന്നിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നതാണ് സ്ഥിതി എന്ന് പറയുക. ഞാൻ എന്നിലേക്ക് തന്നെ ലയിച്ചു ചേരുന്നു എന്ന് പറയുന്നതാണ് സംഹാരം എന്ന് പറയുന്നത്. അല്ലാതെ ഇത് വേറെ എവിടെയോ നടന്ന അല്ലെങ്കിൽ സൃഷ്ടി, സ്ഥിതി, പ്രൊഡക്ഷൻ അങ്ങനെയല്ല. എന്നിൽ ഞാൻ എന്നെ അറിയുന്ന പ്രോസസ്സിനെയാണ് ഈ പറയുക. അപ്പോൾ ഭക്തിയോഗം എന്താണ്, അല്ലെങ്കിൽ ഭാഗവത ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. ഓരോ ഭാഗവതന്മാരിലൂടെയും ഭാഗവതം അവതരിപ്പിക്കപ്പെട്ട ഓരോ രംഗങ്ങളെയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഗജേന്ദ്രൻ്റെ തീവ്രമായിരിക്കുന്ന വേദനയിൽ പൊതിഞ്ഞ വിലാപങ്ങൾ നമ്മളുടെ വിലാപങ്ങളായി മാറുമ്പോൾ നമുക്ക് നമ്മളെ സ്വയം നഷ്ടപ്പെടും. അപ്പോഴാണ് ആനന്ദം സഹജമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരിക. നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ, നമ്മൾക്ക് എപ്പോഴൊക്കെയാണോ അദമ്യമായിരിക്കുന്ന ആനന്ദം ഉണ്ടായിരിക്കുന്നത്, അപ്പോൾ യഥാർത്ഥത്തിൽ ആരില്ല എന്ന് കാണാൻ പറ്റും, ഞാനില്ല എന്ന് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം കിട്ടുന്നൊരു പ്രക്രിയ ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്. ഏറ്റവും സുഖം നമ്മൾ അനുഭവിക്കുന്ന പ്രക്രിയ ഏതാണ്? ഉറങ്ങുക, അല്ലേ? ഉറങ്ങുക. ഉറക്കത്തിൽ യഥാർത്ഥത്തിൽ ആരില്ല, പൊതുവെ ഞാനില്ല. ഞാനവിടെ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമുക്ക് പിന്നീട് പരിഗണിക്കാം. പക്ഷെ നല്ല സദ്യ കഴിക്കണം. നല്ല സദ്യ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണ മാതിരിയല്ല പബ്ലിക്കായിട്ട് ഇരുന്ന് കഴിക്കണത്. പബ്ലിക്കായിട്ട് കുറച്ചും കൂടെ ഒരു ടേബിൾ മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. വീട്ടിലിരുന്ന് വാരി വലിച്ച് ഒറ്റയ്ക്ക് കഴിക്കണ സമയത്ത് ആരില്ല, അത് പെട്ടെന്ന് മനസ്സിലായി അല്ലേ? ആ സമയത്ത് ഞാനില്ല, ആ സമയത്ത് ഞാനില്ല. നല്ല ഒരു കാഴ്ച കാണുന്നു, ഞാനതിൽ ലയിക്കപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ
ഭക്തിയോഗം എന്ന് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ബോധ്യപ്പെടേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്? അഹം എന്നുള്ള വൈഭവം, ആ അഹം എന്നുള്ള വൈഭവം ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തി എന്ന മൂന്നവസ്ഥകളിൽ, ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഞാനുണ്ടല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ ഞാനുണ്ട്, ഇതൊക്കെ റിസപ്റ്റ് ചെയ്യുന്ന. ഇനി സ്വപ്നാവസ്ഥയിൽ ഒരു ഞാനുണ്ടോ? ഉണ്ടോ? സ്വപ്നം കാണുന്ന ഒരാൾ അവശേഷിക്കുന്നുണ്ടല്ലോ, അപ്പം ഞാനുണ്ടല്ലോ. കാരണം സ്വപ്നത്തിൽ എനിക്ക് ദാഹിച്ചാൽ പിന്നീട് വെള്ളം കുടിക്കാമെന്ന് വിചാരിക്കാൻ പറ്റുമൊന്നുമില്ല. കാരണം സ്വപ്നത്തിൽ എനിക്ക് ദാഹിച്ചാൽ സ്വപ്നത്തിൽ തന്നെ ഞാൻ വെള്ളം കുടിച്ചാൽ എനിക്ക് ദാഹം തീരുള്ളൂ. അപ്പോൾ സ്വപ്നത്തിലൊരു ഞാനുണ്ട്. ഇനി ഉറങ്ങണ സമയത്ത് ഞാനുണ്ടോ? അതാണ് നേരത്തെ പറഞ്ഞത്. ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം ചോദിച്ചാൽ നമ്മളെന്താ പറയുക? ഉറക്കമില്ലേ, സുഖമായിട്ട് ഉറങ്ങിയതാ പറയുക അല്ലേ? ഈ ഉറക്കത്തിൽ സുഖമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് ആര് അവശേഷിച്ചത് കൊണ്ടാണ്? ഞാൻ അവശേഷിച്ചുകൊണ്ടാണ്. അപ്പം ചിലർ പറയും ഉറക്കത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ ഉറക്കത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരറിവ് തന്നെയാണ്. മനസ്സിലാവില്ല? അതായത് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ അതൊരു അറിവാണ്. അപ്പം ഞാൻ ഉറക്കത്തിൽ ഒന്നും അറിഞ്ഞില്ല എന്ന ഒരറിവിനെ അറിവായി പരിണമിച്ച ഒരറിവായ ഞാൻ അറിവായിട്ട് അപ്പോഴും എൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പം ഇവിടെ എന്താണ് കവി എന്ന് പറയുന്ന മഹർഷി പറയുന്നത്? ഈ ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ ജാഗ്രത അവസ്ഥ കൊണ്ട് പ്രതീതമാകുന്ന സൂക്ഷ്മത്തിലും സുഷുപ്തി അവസ്ഥ കൊണ്ട് പ്രതീതമാകുന്ന കാരണാവസ്ഥയിലും താതാത്മ്യപ്പെട്ട് നമ്മൾ വിശ്രാന്തിയിലിരിക്കുമ്പോഴാണ് നാം ഭാഗവതധർമ്മം സ്വീകരിച്ചു എന്ന് പറയാൻ സാധിക്കുക. അതായത് ഏതൊരു തലത്തിലും അക്ഷോഭ്യനായി, യാതൊന്നിലും സംഘമില്ലാത്തവനായി, എന്നാൽ ആ ഈശ്വര തത്വത്തെ സർവത്തിലും സാക്ഷാത്കരിക്കുന്നവനായി തന്നെ താൻ അറിയുന്നതാണ്. ഏതുപോലെ ഒരു ഇരുമ്പ് കമ്പി ചൂടാക്കി കഴിഞ്ഞാൽ ഇരുമ്പിലിരിക്കുന്ന അഗ്നി പോലെ എന്ന് പറയാം. കാരണം എന്താണ്? ഇരുമ്പ് കമ്പിയിലുള്ള അഗ്നിയും ഇരുമ്പും തമ്മിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. അത് രണ്ടും ഏതാണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. ഇതിനെയാണ് ഈശ്വര പ്രത്യഭിജ്ഞ എന്ന് പറയുക. കാരണം ഈശ്വര പ്രതിഭിജ്ഞ എന്ന് പറയുന്ന പദം നമുക്ക് പലപ്പോഴും സുപരിചിതമല്ല. നമുക്കൊരു ഒരു ഒരു അടിസ്ഥാന പ്രശ്നം പലപ്പോഴും പറ്റുന്നത്, ഭാരതത്തിൽ ഇപ്പോൾ ഏതൊരു വേദാന്ത ചർച്ച എടുത്താലും, ഏതൊരു ഉപനിഷത്ത് പഠനം എടുത്താലും, ഏത് തത്വം എടുത്താലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരേ ഒരു സമ്പ്രദായം മാത്രമാണ്. എല്ലാവരും ഫോളോ ചെയ്യുന്നത് അദ്വൈതം. പലപ്പോഴും നമ്മളിങ്ങനെ പഠിച്ച് അവസാനം ഭാരതത്തിന് വേറെ സ്കൂൾ ഓഫ് തോട്ട്സ് ഒന്നുമില്ല എന്ന് പോലും ആളുകൾ വിശ്വസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ശിവാദ്വൈതവാദം എന്ന് പറഞ്ഞിട്ട് കാശ്മീരി ശൈവന്മാരുടെ ഒരു വാദമുണ്ട്. ശിവാദ്വൈതവാദം എന്ന് പറഞ്ഞാൽ അദ്വൈതവാദം പോലെ തന്നെയാണ്. അവർ ബ്രഹ്മം എന്ന് പറയുന്ന തത്വത്തിന് പകരം ശിവ അവബോധത്തെ അതിനേക്ക് വേണ്ട പോലെ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. ഒന്നിനെയും അവിടെ നിഷേധിക്കുന്നില്ല. ഭാഗവതത്തിൻ്റെ സ്വരൂപം അതുപോലെയാണ്. യാതൊന്നിനെയും നിഷേധിക്കുന്നില്ല. നിഷേധാത്മകതയുടെ തന്നെ നിഷേധമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ശിവാദ്വൈതവാദം വരുന്നു. അത് വലിയ സബ്ജക്റ്റാണ്. ആ ശിവാദ്വൈതവാദത്തിൽ പരമാചാര്യനായിരിക്കുന്ന അഭിനവഗുപ്ത പാദാചാര്യരുടെ ദർശനമാണ് ഈശ്വര പ്രത്യഭിജ്ഞ എന്ന് പറയുന്ന ദർശനം. അതായത് അവിടെ താതാത്മ്യം, ശിവഭാവത്തിലേക്കുള്ള താതാത്മ്യപ്പെടൽ എന്ന് പറയുന്നത് പോലെ. ശിവൻ എന്ന് പറഞ്ഞാൽ ഏത് ശിവം എന്ന അക്ഷരത്തെ എടുക്കരുത്, അതിൻ്റെ തത്വദീക്ഷയെ നമ്മൾ ആധാരമാക്കി എടുക്കണം. അപ്പോൾ ഈ വിശ്രാന്തിയിലാണ് അഹം എന്ന് പറയുന്നതിൽ നാം ശ്രദ്ധ ചെലുത്തിയിട്ട് എന്നിൽ വർത്തിക്കുന്ന എന്നെ ഞാൻ എന്നിൽ നിന്ന് വേർപെടുത്താതെ ഞാനായി തന്നെ ഇരുന്ന് എന്നെ അറിയുന്നതാണ് യഥാർത്ഥത്തിൽ ഭാഗവത ധർമ്മം എന്ന് പറയുക. അപ്പോൾ അവിടെ ആരാണ് അവശേഷിക്കുന്നത് എന്ന ചോദ്യമൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അവിടെ ദ്വൈതത്തിൻ്റെ തിരോധാനം ആണ് കാണുക. അദ്വൈതത്തിൻ്റെയും തിരോധാനം എന്ന് പറയേണ്ടി വരും. കാരണം അദ്വൈതം എന്ന് നമ്മൾ പറയണമെങ്കിൽ തന്നെ ഒരു ബോധം അവശേഷിക്കണം. അവിടെ അഹം എന്ന് പറയുന്നത് നിലനിൽക്കുന്നിടത്തോളം കാലമാണ് ഈ ചർച്ചകളെല്ലാം ആവിർഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ പറയുന്ന ആളിൻ്റെയും കേൾക്കുന്ന ആളിൻ്റെയും ഉള്ളിലുള്ള അഹം ഇല്ലാതാവുമ്പം ദക്ഷിണാമൂർത്തി വടവൃക്ഷ ചുവട്ടിലിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഇതിൻ്റെ മുകളിലിരുന്ന് എന്തെങ്കിലും ഒരു ദിവസം ഭൂമാനന്ദ സ്വാമിജി മിണ്ടാതിരിക്കും. ഒരു ദിവസം വന്നിട്ട്
കുറേ സത്രങ്ങൾ കഴിയുമ്പം എന്നെങ്കിലും ഒരു നാൾ ഈ കേൾക്കാനിരിക്കുന്നവരും മിണ്ടാതിരിക്കും. എന്നിട്ട് ആ മൗനത്തിലൂടെ സംശയങ്ങൾ പരിഹരിക്കപ്പെടണം. എന്നാൽ മാത്രമേ ഈ സത്രമായി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രഭാഷണങ്ങളിലൂടെ സത്യത്തെ വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് ഈ ഉള്ളവൻ്റെ അഭിപ്രായമല്ല. ഭാഗവത ധർമ്മ കഥനത്തിൻ്റെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. അതാണ് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പണ്ട് സനകാദികൾ എന്നോട് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് നിമി ചക്രവർത്തി ഇടയ്ക്ക് പറയും. ഒക്കെ കൂടെ വിശദീകരിക്കാൻ പറ്റില്ലല്ലോ ഇത്തരം സന്ദർഭങ്ങളിൽ. അപ്പം അവിടെ പറയുന്നുണ്ട്, കർമ്മയോഗ സിദ്ധാന്തം പറയുന്ന സമയത്ത് അത് വേദവാക്യങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ പൂർവാപരങ്ങളെ ചിന്തിച്ചിട്ട് സുവ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അവ്യക്തത ഉണ്ടാവും. അതുകൊണ്ട് കേൾക്കുന്ന ആൾ അധികാരി അല്ലാത്തത് കൊണ്ട് സനകാദികൾ അതിന് മറുപടി പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൗനത്തിലിരുന്നു കൊണ്ട് എന്നാണോ നമ്മൾ ആ താതാത്മ്യപ്പെട്ടുള്ള ലയം സ്വീകരിക്കപ്പെടുന്നത്, ശ്രീരാമകൃഷ്ണ പരമഹംസദേവനൊക്കെ ആ തലത്തിലേക്ക് നമ്മളെ ഉയർത്താൻ പരിശ്രമിച്ച മഹാഗുരുനാഥന്മാരാണ്. അതിന് ലോകത്തെ എല്ലാ മതങ്ങളിലും എല്ലാ സമ്പ്രദായങ്ങളിലും എല്ലാ രീതികളിലും ഈ ഒരു താതാത്മ്യപ്പെടൽ അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് ആയിരിക്കുന്ന ഉയർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. സെൻ ബുദ്ധിസ്റ്റുകളൊക്കെ അതിന് പറയുന്നത് സെറ്റോറി എന്നാണ് അവർ പറയുക. പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഉയർച്ച. സെൻ ബുദ്ധിസ്റ്റുകളുടെ പരമാചാരിയായിരിക്കുന്ന ചിയോണോ എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ചിയോണോ എന്ന് പറയുന്ന ലേഡി പരമഭാഗവതന്മാരുടെ ധർമ്മത്തെക്കുറിച്ച് നിമി നവയോഗി സംവാദത്തിൽ പറയുമ്പോൾ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആധ്യാത്മിക വിദ്യ നേടണമെന്ന ചിന്തയുമായിട്ട് നടക്കുന്ന ആ യൗവന പ്രായത്തിലുണ്ടായിരുന്ന ആ ലേഡി അവർ ആശ്രമങ്ങളിൽ ചെന്നപ്പോൾ അവരെ തിരസ്കരിച്ചു ഗുരുനാഥന്മാർ. കുറേ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് താൻ തിരസ്കരിക്കപ്പെട്ടത്. ഒരു അഗ്നിസ്ഥാലി പോലെ സൗന്ദര്യവതിയായിരുന്നു അവർ. അപ്പോൾ അപക്വമതികളായ ശിഷ്യന്മാർ വർത്തിക്കുന്ന ആശ്രമങ്ങളിൽ ഈ ലേഡി വന്നു നിന്നാൽ അവരുടെ ആധ്യാത്മികമായിരിക്കുന്ന ചിന്തകൾ ഉയർന്നുയർന്നു വരുന്ന പടവുകളിൽ ഇവർക്ക് ഭംഗമുണ്ടാകുമോ ശിഷ്യഗണങ്ങൾക്കെന്ന ഗുരുനാഥൻ്റെ കൃപ കൊണ്ടാണ് അവരൊക്കെ ഈ ലേഡിയെ തിരസ്കരിച്ചതെന്ന് ഇവൾ മനസ്സിലാക്കി. രണ്ടാമത് ഈ കുട്ടി തിരിച്ചു വന്നു 10-20 വയസ്സുള്ള സമയത്ത്. ഇതൊരു റിയൽ സ്റ്റോറിയാണ്. അവർ വന്ന ആദ്യത്തെ ആശ്രമത്തിൽ തന്നെ ചെന്നിട്ട് ആധ്യാത്മിക വിദ്യ യാചിച്ചപ്പോൾ ആ ആശ്രമം അവരെ അഡ്മിറ്റ് ചെയ്തു. എന്താ കാരണം ചോദിച്ചാൽ രണ്ടാമത് വന്ന ചെയ്യണോ ആദ്യത്തെ ചെയ്യണോ ആയിരുന്നില്ല. ഒരു പന്തം കൊളുത്തിയിട്ട് തൻ്റെ മുഖത്തെ പൊള്ളിച്ചുകൊണ്ട് വികൃതീകരിച്ചുകൊണ്ട് ആധ്യാത്മിക വിദ്യ പഠിക്കാൻ വന്നവളാണ് ചെയ്യണോ. ഇതാണ് ഭാഗവത ധർമ്മം. തലയ്ക്ക് തീ പിടിച്ചവനെ പോലെ എന്ന് പരമഹംസർ പറയുന്നുണ്ട്. അവിടെ ശരീരം എന്ന് പറയുന്നത് ഒരു ചെറിയ ഉപാധി മാത്രമാണ്. ഇത് കേൾക്കുമ്പോൾ പോലും നമുക്കൊരു അനുഭൂതി ഉണ്ടാവും. ആ ചിയോണോ പിന്നീട് ഉത്കൃഷ്ടയായി മാറുന്ന രംഗം നമുക്ക് കാണാം. അവരുടെ വിഖ്യാതമായിരിക്കുന്ന ഒരു സെന്നിലെ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്, ജലം എവിടെ ചന്ദ്രബിംബം എവിടെ എന്ന് പറഞ്ഞിട്ട്. അവർക്ക് സെറ്റോറി എന്ന് പറയുന്ന സ്പോണ്ടേനിയസ് ആയിരിക്കുന്ന ഒരു ഉയർച്ച ഉണ്ടാവുന്നത് തന്നെ ഒരു പൗർണമി രാവിൽ, ഒരു മഖപൗർണമി രാവിൽ അവരിങ്ങനെ മുളന്തൊട്ടിയിൽ വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ആ ചന്ദ്രബിംബം മുളന്തൊട്ടിയിലുള്ള വെള്ളത്തിൽ പ്രതിബിംബിച്ചു. പെട്ടെന്ന് ഈ മുളന്തണ്ടിൻ്റെ ഭാരം അധികരിക്കുകയും ഈ പറയുന്ന വെള്ളത്തിൻ്റെ ഭാരമാണ് മുളന്തണ്ടിൻ്റെ ഭാരത്തെ അധികരിപ്പിച്ചിട്ട് ഈ മുളന്തൊട്ടികൾ രണ്ടും താഴെ വീണിട്ട് പെട്ടെന്ന് പൊട്ടിച്ചിതറിപ്പോവുകയാണ്. അപ്പോൾ ഈ ജലബിംബത്തിൽ, അതായത് ചന്ദ്രൻ ജലത്തിൽ ബിംബിച്ചിട്ടുണ്ടായിരുന്ന ആ ബിംബം അപ്രത്യക്ഷമായപ്പോൾ അവരുടെ മനസ്സ് അഹംവൃത്തി വിട്ടിട്ട് ആന്തരികമായിരിക്കുന്ന ആനന്ദത്തിലേക്ക് ഉയർന്നു. അവർ സെറ്റോറി എന്ന് പറയുന്ന തലത്തിലേക്ക് കടന്നിട്ട് അത്യുന്നതമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിച്ചു. ഒരു നിമിഷാർദ്ധത്തിൽ ഉണ്ടാകുന്ന ഒരു ഉയർച്ച, അതിനെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുക, ജീവിതത്തിൽ സദാ സദാ സർവത്ര ഈശ്വരനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ശ്രദ്ധ എന്ന് പറയുന്നത് ഗുരുവാക്യങ്ങളിലുള്ള വിശ്വാസം കൂടിയാണെന്ന് പറയട്ടെ. അപ്പോൾ ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഭാഗവത ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, എന്നിൽ ഞാൻ ലയിക്കുക, ഞാൻ എന്നിൽ തന്നെ ഇരിക്കുക, എന്നെ ഞാൻ കണ്ടിട്ട് ഞാൻ എന്നിൽ തന്നെ സംഹരിക്കപ്പെടുക. അപ്പോൾ ആ ധർമ്മത്തിൻ്റെ സൃഷ്ടിയും സ്തുതിയും സംഹാരവും ഞാൻ തന്നെ എന്ന ബോധത്തിലിരുന്നു കൊണ്ട് എന്നെ ഞാനറിയാതെ ഉപേക്ഷിതമാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ഭ്രാന്തിജ താതാത്മ്യം എന്ന് പറയുന്ന തലത്തിൽ നിന്ന് സഹജമായിരിക്കുന്ന താതാത്മ്യത്തിലേക്ക് എത്താനുള്ള വഴി എന്താണ് എന്നാണ് ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, മായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ചില ഉപാധികളോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ അടുത്ത ചോദ്യം വരികയാണ്, എന്താണ് മായ എന്ന് പറഞ്ഞാൽ? അപ്പോൾ നിമിനവയോഗി സംവാദത്തിലെ ആദ്യത്തെ ചോദ്യം എന്താണ്? ഭാഗവത ധർമ്മം എന്താണ്? എന്നെ ഞാൻ അറിയുക എന്നതാണ് ധർമ്മം. രണ്ടാമത്തെ ചോദ്യമാണ് എന്ത്? മായ എന്നാൽ എന്താണ്? എന്തായിരിക്കും മായ എന്ന് പറഞ്ഞാൽ? ആലോചിച്ച് നോക്കിക്കോളൂ.
പിടികിട്ടുന്നുണ്ടോ? ഇല്ല. അതാണ് മായ. അതന്നെയാണ് യാ മാസ മായ എന്നൊക്കെ പറയും. അപ്പോൾ ഈ പിടികിട്ടാത്ത വസ്തുവാണോ മായ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആയിരിക്കുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ അവർ മായയ്ക്ക് ഒരു ഡെഫിനിഷനൊക്കെ പറയും. ഈ നിർദ്ധാരണങ്ങളിലും ഡെഫിനിഷൻസിലും ഒന്നും വലിയ കഥയുണ്ടെന്ന് തോന്നുന്നില്ല. വേദാന്തം ശീലിച്ചാൽ നമുക്ക് മനസ്സിലാവും. സ്വാനുഭവത്തിന് തന്നെയാണ് അവിടെ പ്രാധാന്യമുള്ളത്. മായ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മറുപടിയൊക്കെ പറയാം. അതായത് പ്രകൃതി പുരുഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിലെ ഘടകങ്ങളെയൊക്കെ രണ്ടായിട്ട് തരംതിരിച്ചു വെക്കുമ്പോൾ പ്രകൃതി സ്വതവേ ചലനത്തിന് കാരണമാകുന്നെങ്കിലും അതിൻ്റേതായ സ്വതന്ത്രത ഇല്ലാതിരിക്കുമ്പോൾ പുരുഷനോട് ചേരുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ചേർച്ചയിൽ പ്രപഞ്ചത്തിൽ ചലനാത്മകതയെ പൂണ്ട് ഉണ്ടാക്കുന്ന എല്ലാ കാരണങ്ങൾക്കും, അപ്പം ഈ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ചേർച്ച അല്ലെങ്കിൽ അതിനെ ചേർത്തിട്ട് സ്വതവേ സ്വതന്ത്രമല്ലാത്ത, സ്വതന്ത്രമായിട്ട് നിന്നാൽ ഒന്നും പറ്റാത്ത രണ്ട് വസ്തുക്കൾ തമ്മിൽ താതാത്മ്യപ്പെടുമ്പോൾ അതിന് ചലനത്തെ കൊടുക്കുന്ന വസ്തുവാണ് മായ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വല്ല പിടിയും കിട്ടുമോ? പിടികിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ മായ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? ഈശ്വരനുമായി അടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് എന്തോ അത് മായ. എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നിലേക്ക് എനിക്ക് പ്രവേശിക്കാനായിട്ട് എന്തൊക്കെ തടസ്സമുണ്ടോ അതൊക്കെ മായ തന്നെയാണ്. അപ്പോൾ മായ യഥാർത്ഥത്തിൽ ആരെയും ഉപദ്രവിക്കുന്നില്ല. മായ ശുദ്ധവിദ്യ തന്നെയാണെന്ന് ശൈവ സിദ്ധാന്തങ്ങളിലൊക്കെ പറയും. അവിദ്യയല്ല ഒരിക്കലും മായ എന്ന് പറയുന്നുണ്ട്. കാരണം മായയെ സാധാരണ ലളിതമായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ മായ ആരെയും കീഴ്പ്പെടുത്തുന്നില്ല. മറിച്ച് നമ്മളാണ് അങ്ങോട്ട് ഒരു വസ്തുവിൻ്റെ യഥാതഥമായിരിക്കുന്ന രൂപം എന്താണെന്നറിയാതെ അതിനെ സ്വീകരിച്ചിട്ട് ദുഃഖം ഏറ്റുവാങ്ങുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, മായയുടെ ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞാൽ കുട്ടികളെ വളർത്തുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ മക്കളുണ്ടായി കഴിഞ്ഞ് അവരെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ ഇപ്പം എന്താ ഗുണം? കുറച്ച് കാലം കഴിയുമ്പം അവർ നമ്മളെ ഉപദ്രവിക്കും. അതാണ് ഏറ്റവും നല്ല ഗുണം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മക്കളുണ്ടാവും അല്ലേ? ഈ മക്കളെക്കാൾ നമുക്ക് പ്രിയ ആരോടാണ്? വേഗം പറയണ സമയമില്ല. മക്കളുടെ മക്കളോടാണ്. എന്നാൽ ഈ മക്കളുടെ മക്കൾക്ക് നമ്മളോട് വലിയ താല്പര്യമുണ്ടോ? സത്യത്തിൽ ഇവരുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ല, പിന്നെയാണ് അവരുടെ മക്കൾക്ക് ഉണ്ടാവാൻ പോണത്. സാധ്യത കുറവാണ്. പക്ഷെ ആ മായയിൽ നമ്മൾ പെട്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ചെല്ലും. അങ്ങനെയൊന്നും പോകരുത് കേട്ടോ. ഇടയ്ക്കൊരു വാൽകൃഷ്ണൻ പറയും, ഈ പ്രായമുള്ളവരോട് പറയുകയാണ്, ഒരു 40 വയസ്സ് കഴിഞ്ഞവരോട് പറയുകയാണ്, 40 വയസ്സ് കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞു, പിന്നെ അത് ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞത്? ചിലർ എന്നെ വളരെ രൂക്ഷമായിട്ട് നോക്കണു ചിലർ. അപ്പം 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? പിന്നെ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലുമൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് പെൺകുട്ടിയെ വിവാഹം കഴിച്ച വീട്ടിലേക്കൊന്നും സഞ്ചിയും തൂക്കി പോകരുത്. അതൊക്കെ വെറും നാശത്തിനുള്ള വഴിയാണ്. അതിനതൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക? ശാന്തമായിട്ടൊരു സ്ഥലത്ത് ഇരിക്കുക. എവിടെയും പോകരുത്, ഒരു സ്ഥലത്തും പോകരുത്. നമുക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് നമ്മൾ ഇരുന്നോളണം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് മായ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി. വെറുതെ അങ്ങോട്ട് ചെന്നിട്ട് നമ്മളില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഏറ്റുവാങ്ങുകയാണ്. വല്ല ആവശ്യമുണ്ടോ? കുട്ടികൾ ജീവിച്ചോട്ടെ, അവരെന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. പക്ഷേ അങ്ങനെയല്ല. ആ അറ്റാച്ച്മെൻറ്റിൽ നമ്മൾ കുടുങ്ങിയിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് യാചിച്ച പ്രശ്നങ്ങൾ വാങ്ങിക്കുന്ന പോലെയാണ്. ഇപ്പം മദ്യം വലിയ കുഴപ്പമുള്ള കാര്യമാണെന്ന് എല്ലാവരും പറയാറുണ്ടല്ലേ? യഥാർത്ഥത്തിൽ മദ്യം നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? റോഡുമ്മ കൂടെ പാലക്കാട് ടൗണിൽ കൂടെ പോണ സമയത്ത് ഒരു മദ്യക്കുപ്പ് ഓടി വന്നിട്ട് ചേട്ടാ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ചേട്ടൻ സ്വീകരിക്കുക എന്ന് പറയാറില്ല. നമ്മൾ അവിടെ ചെന്ന് കുത്തി പറഞ്ഞ് എന്തെല്ലാം ബഹളം ഉണ്ടാക്കി അത് കരസ്ഥമാക്കിയിട്ട് അകത്തേക്ക് വിട്ടിട്ട് പറയുകയാണ് മദ്യം കുഴപ്പമാണ്. ഇതുപോലെയാണ് മായയുടെ സ്വരൂപം. അപ്പോൾ മായ എന്ന് പറയുന്നത് ആരെയും അറ്റാക്ക് ചെയ്യുന്നതല്ല. അത് സ്വാമി രാമയ്ക്ക് ഒരു ട്രെയിനിങ് ബംഗാളി ബാബ കൊടുത്ത മാതിരിയാണ്. മായ എന്താണെന്ന് ഒരിക്കലും ചോദിച്ചിരുന്നു സ്വാമി രാമ. അപ്പം ചില ഉത്തരങ്ങൾക്കൊന്നും ഗുരുനാഥന്മാർ പെട്ടെന്ന് ഇത് കൊടുക്കില്ല, അവസരം കൊടുക്കില്ല. അപ്പോൾ ഒരു ദിവസം ഇവർ ഹിമാലയ പ്രാന്തത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ബംഗാളി ബാബ ഓടിച്ചെന്നിട്ട്, ഈ അവധൂതനായിരിക്കുന്ന ഗുരുജി ഓടിച്ചെന്നിട്ട് ഒരു വള്ളിപ്പടർപ്പ് പടർന്നു കിടക്കുന്ന ഒരു മരക്കുറ്റിയിൽ ഓടിച്ചെന്ന് അതിനെ കെട്ടിപ്പിടിച്ച് വരിഞ്ഞ് മുറുക്കിയിട്ട് രാമ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അലറി കരയാൻ തുടങ്ങി. അപ്പോൾ ഈ സ്വാമി രാമ ഓടിച്ചെന്ന്, കുട്ടിയാണ് അന്ന് രാമ, ഓടിച്ചെന്ന് പിടിച്ച് വലിക്കും തോറും ഗുരുനാഥൻ ആ മരക്കഷ്ടത്തോട് കൂടുതൽ ഒട്ടിപ്പിടിക്കുകയാണ്. അപ്പം അവസാനം വലഞ്ഞു. രാമ ക്ഷീണിച്ചു, ആകെ വെപ്രാളപ്പെട്ടു. ഇതിങ്ങനെ വലിച്ചിട്ട് അവസാനം ക്ഷീണിതനായിട്ട് കുന്നിൻ ചെരുവിൽ വന്നിരുന്നിട്ട് രാമ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ചോദിക്കുകയാണ്, അല്ല ഗുരുനാഥ, ഈ വള്ളിപ്പടർപ്പുകളല്ലല്ലോ അങ്ങേ മുറുക്കിയിരിക്കുന്നത്, അങ്ങല്ലേ ഈ തടിക്കഷ്ണത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്, അങ്ങക്ക് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബംഗാളി ബാബ എഴുന്നേറ്റ് പറഞ്ഞു, ഇതാണ് മായ. കാരണം
നാം ആണ് ഇതിന് ആധാരം. അവിടെയും അവശേഷിക്കുന്ന എന്താണ്? അഹംവൃത്തിയിൽ നമ്മൾ പെട്ടിട്ട് ആ അഹത്തിലിരുന്നു കൊണ്ട് ഞാൻ ഉൽപ്പന്നമായി എൻ്റേതെന്ന് ഞാൻ കരുതുന്ന പലതിനെയും സത്യമെന്ന് ധരിച്ചിട്ട് അതിൻ്റെ സ്വരൂപം അറിയാതെ നമ്മൾ കാണിക്കുന്ന എന്തും മായ എന്ന് പറയുന്ന തലത്തിൽ പെടുന്നതാണ്. അതിനെ അതിജീവിക്കാൻ എന്താണ് വഴി? നിരന്തരമായിട്ടുള്ള ഈശ്വരാനുധാവനം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഭാഗവത ധർമ്മം, രണ്ടാമത്തെ ചോദ്യം മായ എന്നാൽ എന്താണ്, മൂന്നാമത്തെ ചോദ്യമാണ് നിമിത്തവയോഗി സംവാദത്തിൽ മായയെ അതിജീവിക്കാനുള്ള വഴി എന്താണ്. അത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠിത ജന്മലാഭ പരപുംസ അന്തേ നാരായണ സ്മൃതി. നാരായണ സ്മൃതി ഉണ്ടാവുക എന്നുള്ളതാണ്. നാരായണ സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? സദാ നാരായണനെ ഓർത്തിരിക്കുക എന്നുള്ളതാണോ? അല്ല, ശരണാഗതി അടയുക എന്നുള്ളതാണ്. അതായത് പ്രാർത്ഥന പോലും നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമില്ലല്ലോ. ചിന്തിച്ചു നോക്ക്, നമ്മളെ അറിയാത്ത ആളാണോ ഈശ്വരൻ? നമ്മളെ നമുക്കറിയാമെങ്കിൽ പിന്നെ അടുത്ത കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെയൊക്കെ നൈസർഗികമായിട്ടുള്ള നമ്മളെ നഷ്ടപ്പെടുകയാണ്, കാപട്യം വന്നു ചേരുകയാണ്. അതാണ് നമ്മൾ ദേവി മഹാത്മ്യത്തിലൊക്കെ കാണുന്നത്. നല്ലൊരു ഉദാഹരണം അവിടെയുണ്ട്. ദേവി മഹാത്മ്യത്തിൽ മഹിഷാസുര മർദ്ദിനിയായിട്ടുള്ള ദേവിയെ മഹിഷൻ ആദ്യമായിട്ട് കാണുന്ന ഒരു മനോഹരമായ രംഗമുണ്ട്. ഈ ദേവിയുടെ മുമ്പിലേക്ക് മഹിഷൻ അങ്ങനെ വളരെ വികൃത സ്വരൂപനായിട്ട് പോത്തായിട്ട് വന്നിട്ട് മൂത്രപുരീഷങ്ങളൊക്കെ ശരീരത്തിൽ പുരണ്ട് വളരെ വിജൃംഭിതമായിരിക്കുന്ന നാസാരന്ധ്രങ്ങളിൽ നിന്ന് ദ്രവങ്ങൾ പുറത്തേക്ക് സ്രവിച്ച് വളരെ വികൃത സ്വരൂപനായിട്ട് കണ്ടാൽ അറയ്ക്കുന്ന പ്രകാരത്തിൽ ചെളിയും രക്തക്കട്ടകളുമൊക്കെ ശരീരത്തിൽ പിടിച്ച് കൊമ്പുകളൊക്കെ വളരെ രക്തക്കറ പൂണ്ടിട്ട് വളരെ വികൃതമായിട്ടുള്ള രൂപത്തിൽ വന്നിട്ട് ദേവിയോട് പറയുകയാണ്, ഏതാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുകയാണ്. ആരോടാ പറയണേ? സാക്ഷാൽ മഹാമായ ആയിരിക്കുന്ന അംബികയോട് പറയണം. പിന്നെ എന്നെക്കുറിച്ച് വേണമെങ്കിൽ അന്വേഷിച്ചോളൂ, എൻ്റെ പേരാണ് മഹിഷൻ, ഞാൻ ചില്ലറക്കാരനല്ല, ലോകമൊക്കെ എൻ്റെ കാൽ കീഴിലാണ്. പിന്നെ എന്നെ വിവാഹം കഴിയാൻ അല്ലയോ കുട്ടി നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ രക്തം തിളയ്ക്കും. കണ്ടോ ആ മഹിഷൻ പറയണത്. പക്ഷേ ദേവിക്ക് എന്താ ഉണ്ടായതെന്നറിയോ? പരമാനന്ദ സന്തോഷമാണ് ദേവിക്ക് ഉണ്ടായതെന്നാണ് പറയണേ. എന്താ കാരണം എന്നറിയോ? നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മഹിഷൻ ഒരൊറ്റ കള്ളം പറഞ്ഞിട്ടില്ല, പറഞ്ഞതൊക്കെ സത്യമാണ്. കാരണം മഹാജാല ശമ്പരതന്ത്രാദികളൊക്കെ അറിയാവുന്ന മഹിഷന് ഒരൊറ്റ സെക്കൻഡിൻ്റെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എന്നൊക്കെ പറയുന്ന മൊമെൻറ്റിൽ ഈ ജെന്റിലായ യൗവനയുക്തയായ സുന്ദരിയായ ഒരു ലേഡിയോട് സംസാരിക്കാൻ വരുമ്പോൾ തൻ്റെ ഈ മഹിഷ രൂപമൊക്കെ മാറ്റിയിട്ട് ഒരു യുവകോമള രാജകുമാരനായിട്ട് വന്നിട്ട് വേണമെങ്കിൽ വിവാഹം ആലോചിക്കാമായിരുന്നു. പക്ഷെ മഹിഷൻ ചെയ്തിട്ടില്ല. മഹിഷൻ ആരാണോ അതേ പ്രൊഫൈലിലാണ് വന്നത്. ഇത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നാളെ തൊട്ട് കാണുന്നവരോടൊക്കെ സ്വന്തം പ്രൊഫൈലിൽ ചെന്ന് കല്യാണം ആലോചിച്ച് കഴിഞ്ഞാൽ അടികിട്ട് മാത്രം ചെയ്യുക. ഇവിടെ മഹിഷൻ ചെയ്തത് എന്താണ്? ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും മഹിഷൻ കള്ളത്തരം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് മഹിഷനെ നിഗ്രഹിക്കാനായിട്ട് ആർക്ക് വരേണ്ടി വന്നു? മഹിഷാസുര മർദ്ദിനിയായി ദേവിക്ക് വരേണ്ടി വന്നു. മഹിഷന്റെ പേരിൽ ദേവി അറിയപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് വിമലാസുര മർദ്ദിനി എന്ന് പറഞ്ഞ ദേവിക്ക് പേരില്ലാത്തത്? നമ്മളൊക്കെ കള്ളന്മാരായതുകൊണ്ടാണ്. നമ്മൾ കല്യാണം ആലോചിച്ചപ്പോൾ ഒന്ന് ആലോചിക്കുക, ഫോട്ടോ കൊടുത്തപ്പോൾ തന്നെ കുറച്ച് വൈറ്റ് വാഷ് ചെയ്തിട്ടാണ് കൊടുത്തത്. ഇപ്പം മനസ്സിലായില്ല മഹിഷൻ ആരാ നമ്മളാരാന്നുള്ളത്. അപ്പം യഥാർത്ഥത്തിൽ ഈ കാപട്യമില്ലായ്മ ആണ് മായയെ അതിജീവിക്കാനുള്ള വഴിയെന്ന് ഭാഗവതം പറയുകയാണ്. അപ്പം കാപട്യമില്ലാതിരിക്കുക. എന്തിനാ ഈ കാപട്യം കാണിക്കുന്നത്? അഹംവൃത്തിയുടെ മറ്റൊരു തലത്തിലുള്ള ഭാവമാണത്, പെട്ടെന്നുണ്ടാവുന്ന കപട്ടതയ്ക്ക് ആധാരമായിട്ടുള്ളത്. ഇനി പറയുകയാണ്, അടുത്ത ചോദ്യം പറയുകയാണ്, നാലാമത്തെ ചോദ്യം പറയുകയാണ്, മായയെ അതിജീവിക്കാനുള്ള ധർമ്മം കാപട്യമില്ലാതിരിക്കുക. കപടത എന്ന് പറയുന്നത് എന്താണ്? സത്യത്തെ ദർശിക്കാനുള്ള കഴിവില്ലായ്മയാണ്. അവിടെ കള്ളം എന്ന് നമ്മൾ പറയുന്നത് വെറുതെ ഒരു ഫേക്ക് പ്രൊഫൈലായി ഇരിക്കുക എന്നുള്ളതല്ല കേട്ടോ. മറിച്ച് ഋതംഭരാപ്രജ്ഞയിലേക്കുള്ള ദൃഷ്ടിയില്ലായ്മയാണ് കാപട്യം എന്ന് പറയുന്നത്. ഋതം ആണ് ഈശ്വരൻ്റെ സ്വരൂപം. ഋതംഭരാപ്രജ്ഞ എന്നാണ് യഥാർത്ഥത്തിൽ അവതാരത്തെ നമ്മൾ പറയുക. ഋതം എന്ന ബോധത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് അവതാരാദി ധർമ്മങ്ങളുടെ നിരൂപണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യത്തെ എന്ന് പറയാൻ പറ്റില്ല, കാരണം സത്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷിക സത്യം മാത്രമാണ്. ഋതം എന്ന് പറയുന്നതാണ് പാരമാർത്ഥിക സത്യം. അത് ആ ദൃഷ്ടി നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് കാപട്യം എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, വസ്തുക്കൾ പല തരത്തിലാണല്ലോ പ്രപഞ്ചത്തിൽ കാണുന്നത്. അത് എല്ലാ വസ്തുക്കളെയും
ബ്രഹ്മ അധിഷ്ഠാനമായി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പണ്ട് നമ്മുടെ നൈമിഷാരണ്യ സത്രത്തിൽ ഇവിടുത്തെ നോട്ടീസിലൊക്കെ എഴുതുന്ന ഒരു വാചകം ഉണ്ടായിരുന്നു. അത് എപ്പോഴും ഓർത്തിരിക്കുന്നൊരു വാചകമാണ്. വദന്തി തത്വത്തവിധ തത്വം ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. ഒരേ വസ്തുവിനെ തന്നെയാണ് ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും ഈശ്വരനെന്നൊക്കെ പറയണതല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദങ്ങൾക്ക് ഇങ്ങനെ വ്യത്യാസപ്പെടുത്തുമ്പോൾ വസ്തുസത്തയ്ക്ക് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ അതിൽ കാണേണ്ടത്? ഇത് പലതാണോ അതോ ഒന്ന് തന്നെയാണോ? ഈ ശബ്ദങ്ങൾ എന്തിനാണ് വ്യത്യസ്തമായിട്ട് പറയുക? അത് സംസ്കാരത്തെയും വാസനയും അടിസ്ഥാനപ്പെടുത്തി പറയുക മാത്രമാണ്. അവനവൻ ഏത് വഴിയാണോ പോവേണ്ടത് ആ വഴിയിൽ സ്വീകരിച്ചുകൊണ്ട് ശാന്തമായിരുന്നു കൊണ്ട് ഏത് വഴിയാണോ നമുക്ക് സ്വീകാര്യമെന്ന് നമുക്ക് തോന്നുന്നത്, ചിലർക്ക് യോഗമാർഗമായിരിക്കാം, അതും ഇതിൽ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഓരോ യുഗധർമ്മങ്ങളിലുള്ള ഭക്തിയും ഭഗവത് പൂജാ വിധികളും ഒക്കെ പറയുക. ചിലർക്ക് തന്ത്രശാസ്ത്രത്തിൻ്റെ വഴിയായിരിക്കാം. തന്ത്രം എന്ന് പറയുന്നത് മെറ്റീരിയൽ ബെനിഫിറ്റിനുള്ള ഉള്ളതല്ല എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. തന്യതേ വിസ്താര്യതേ ജ്ഞാനം അനേന ഇത് തന്ത്രം എന്ന് പറയുക. അപ്പം ഇവിടെ ഒരേ വസ്തുവാണ്, ആ വസ്തു തന്നെയാണ് യഥാർത്ഥമായിട്ടുള്ളത്. അയഥാർത്ഥം എന്ന് പറയുന്നത് ഒന്ന് പ്രപഞ്ചത്തിൽ ഇല്ലേ തന്നെ. അപ്പോൾ ആ ബോധം നമ്മളിൽ ഉണരാൻ എന്താണ് വഴി? നാം നമ്മെ തന്നെ സ്വീകരിക്കുക, നാം നമ്മളിലേക്ക് തന്നെ മടങ്ങിപ്പോവുക. അതിനെന്താ വേണ്ടത്? പ്രാണന്റെ അധിഷ്ഠാനം. അതിനാണ് ഇടയ്ക്കൊരു യോഗമാർഗത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ യോഗമാർഗത്തിലൊക്കെ ചരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. കുണ്ടലിനി ശക്തി ഉണർത്തി കഴിഞ്ഞാൽ കേമാവും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. പക്ഷേ അതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് കൂടെ ബോധ്യപ്പെടണം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുണ്ടലിനി എന്നൊക്കെ പറയുന്ന ശക്തിയെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളും പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. ജോൺ വുഡ്രൂഫ് എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്നത് സർപ്പൻ പവർ എന്ന് പറയുന്ന പുസ്തകമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വിവരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ക്രമമല്ല ആചാര്യപാദ സ്വാമികളുടെ സൗന്ദര്യലഹരിയിൽ പറയുക. അതിൽ പറഞ്ഞിരിക്കുന്ന ക്രമമല്ല പണ്ഡിറ്റ് ഗോപികൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്, അതല്ല പരമഹംസർ പറഞ്ഞിട്ടുള്ളത്, അതല്ല പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം മൂലാധാരത്തിലെ പ്രാണൻ എന്ന് ഭാഗവതാദി ശാസ്ത്രങ്ങളൊക്കെ പറയുന്ന ആ പ്രാണൻ എവിടെയാണെന്ന് ചോദിച്ചാൽ താഴെ നട്ടലിൻ്റെ കീഴെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ധ്യാനിക്കാനല്ല ആ ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നത്. മറിച്ച് മൂലാധാരത്തിലെ പ്രാണൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നാം എപ്പോഴാണോ ശാന്തമായിരിക്കുന്നത്, അങ്ങനെ അതിശാന്തമായിട്ട് നാം ഇരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ എവിടെയാണോ പ്രാണന്റെ സ്പന്ദമെന്ന് അവനവന് ഫീൽ ചെയ്യുന്നത് അത് മൂലാധാരം. അല്ലാതെ ഇത് താഴേക്കാണ് അത് മുകളിലേക്കാണ്, ഇതൊക്കെ ഭ്രമാത്മകമായിരിക്കുന്ന ഭ്രാന്തിജ്ഞാനത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. അതുകൊണ്ടാണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്, അടുത്ത ചോദ്യം എന്താണ്? ജ്ഞാനം ഭക്തി ഇവ മുക്തിക്ക് ഹേതുവാകുന്നുവെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ തത്വങ്ങളെ എങ്ങനെയാണ് യോജിപ്പിക്കുക? കർമ്മയോഗത്തിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ എന്താണ് കർമ്മയോഗം എന്ന് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉത്തരം നമുക്ക് ഒരുപാട് വിശദീകരിക്കാനുള്ള സമയം ഇല്ല താനും. അപ്പം കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫലങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് കർമ്മത്തെ നമ്മൾ സ്വീകരിക്കുക? അങ്ങനെയൊന്നുമല്ല. നമ്മളിൽ സഹജമായിരിക്കുന്ന കർമ്മങ്ങൾ എന്താണോ അത് അപേക്ഷ കൂടാതെ നിർവഹിക്കലാണ് ഈ യോഗം. അത്രമാത്രം മതി. അല്ലാതെ നമ്മളിൽ നിക്ഷിപ്തമല്ലാത്തവയുടെ പിന്നാലെ പോകാനുള്ള ഒരു സാധ്യതയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല. ഉത്തരവാദിത്വമില്ലാത്തൊരു തലമുറ വളർന്നു വരുന്നു എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം ഇന്നത്തെ സമാജത്തിൽ. അപ്പം എന്താ വേണ്ടത്? കർമ്മയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അവനവനിൽ സഹജമായിരിക്കുന്ന സ്വരൂപത്തെ അവനവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഹം വൃത്തി എന്ന് പറയുന്നതിനെ നിരീക്ഷിച്ചിട്ട് ആ നിരീക്ഷിക്കുന്ന ആളും ഒബ്സർവറും ഇല്ലാതായി തീരുമ്പോഴാണ് കർമ്മങ്ങൾ ഭാസുരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. കാരണം ബ്രഹ്മവിദ്യാപാരംഗതനായിരിക്കുന്ന ഒരാളുടെ കർമ്മം യാതൊരു തരത്തിലും കാപട്യം ഉള്ളതായിരിക്കില്ല. അതാണ് നമ്മൾ കാണുന്നത്. നാരായണ കവചം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പണ്ട് ഇവിടെ ഇതേ വേദിയിൽ പറഞ്ഞ സമയത്ത് അന്ന് പറഞ്ഞതാണ്. നാരായണ കവചത്തിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ആദരണീയനായിരിക്കുന്ന മെട്രോമാൻ ഈ ശ്രീധരൻ സാറാണെന്നുള്ളത്. കാരണം ഭൂമാനന്ദ സ്വാമിയുടെ ബ്രഹ്മവിദ്യാ ശിഷ്യനായിരിക്കുന്ന അദ്ദേഹം ഭൂമാനന്ദ സ്വാമിയുടെ ബ്രഹ്മവിദ്യാ ശിഷ്യനാണെന്നുള്ള കാര്യം പോലും ലോകത്തിന് അറിയില്ല. അതേസമയം ഏതെങ്കിലും ഒരു പള്ളിയിലച്ഛൻ്റെ ശിഷ്യനായിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ മുഴുവനും അതറിഞ്ഞേനെ. സ്വാമിജിക്കോ അദ്ദേഹത്തിനോ പ്രത്യേകിച്ച് ഇതിൽ താല്പര്യമില്ല, ഇത് പറഞ്ഞു നടക്കേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മളറിയാത്തത്. നമ്മൾ പോലും ഈ സത്രത്തിന് വരുന്ന പല ആളുകളും അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് പ്രഭാഷണം ചെയ്തിട്ട് പലരും ചോദിച്ചു ഭൂമാനന്ദ സ്വാമിയുടെ ബ്രഹ്മവിദ്യ ശിഷ്യനാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്ന കേട്ടോ എന്ന് പലരും വന്ന് പറയണ്ടായി. അപ്പോൾ ഇത് എന്തിനുള്ള ഉദാഹരണമാണ്? കർമ്മയോഗത്തിനുള്ള ഉദാഹരണം തന്നെയാണ്.
കാരണം ആ കർമ്മം എന്ന് പറയുന്നത് നിഷ്കാമമാകുന്നത് ബ്രഹ്മവിദ്യ തൻ്റെ ഉള്ളിൽ ഉറയ്ക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഈ കർമ്മയോഗത്തെ ചോദിച്ചിട്ട് പിന്നീട് പറയുകയാണ്, എങ്ങനെയാണ് ഭഗവത് അവതാരങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ളത്? അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഭഗവത് അവതാരമല്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. പരമാനന്ദ ചിന്മൂർത്തിൻ മധുരോ മുരളീധര ആവിവേശ സ്വഭക്താനാം ഹൃദയാന്യബലാനിജ. ഭഗവാൻ എവിടെയാണ് അവതരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭക്തന്മാരുടെ ഹൃദയപത്മങ്ങളിൽ തന്നെയാണ്. എവിടെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഒന്നിനെ കാണാൻ സാധിക്കുക? ഒന്നുമല്ല. പിന്നെ എല്ലാറ്റിനും അതിൻ്റെതായിരിക്കുന്ന മര്യാദകളുണ്ട് കേട്ടോ, അതുകൂടെ മനസ്സിലാക്കണം. അത് ആ മര്യാദകൾ മറക്കാൻ പാടില്ല. അതും കൂടെ നമ്മൾ ഈ ഭഗവത് അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാൽകഷ്ണം മാത്രമേ അവിടെ പറയാനുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്തോ ചെറിയ ഒരു കുഞ്ഞു കാര്യമാണ് ശബരിമലയുടെ വിഷയം, ചെറിയൊരു കുഞ്ഞു കാര്യമാണ്, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ചർച്ച പോലും അല്ല. അപ്പോൾ ഒരുപാട് വ്യത്യസ്തതകൾ നമ്മുടെ ആചാരങ്ങളിലുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അവതാരങ്ങളിലുണ്ട് അല്ലേ? അംശാവതാരം, കലാവതാരം, ഖണ്ഡാവതാരം, പൂർണ്ണാവതാരം, പരിപൂർണാവതാരം, പരിപൂർണതമാവതാരം, ഇതൊക്കെ ചെയ്ത വൃത്തികളൊക്കെ വ്യത്യസ്തങ്ങളാണ്. ഇവരെല്ലാം ഒരുപോലെയല്ല. അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഓരോ വഴികളാണ്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ശബരിമലയിലേക്കുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് പോലെ ഒരു ചെറിയ നമ്മുടെ വൈവിധ്യാത്മകമായിരിക്കുന്ന ആരാധനയുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ പോയിട്ടില്ല, കണ്ണൂർ. ആ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിനകത്ത് എപ്പോഴും ഒരു ജീവിയെ നമ്മൾ കാണാറുണ്ട്. ഏതാ? നായ. ഈ നായ പറശ്ശിനിക്കടവിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ നായയെ ഇങ്ങനെ തൊട്ട് തലോടെയും മുത്തപ്പ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ തൊണ്ട് വാലൊക്കെ തൊടിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇനി ഗുരുവായൂർ അമ്പലത്തിനകത്തൊരു നായ കയറിയുള്ള അവസ്ഥയൊന്നും ആലോചിച്ചേ. എന്തും മിണ്ടാത്തത്? ഇല്ലാത്ത പുകിലൊന്നും ഉണ്ടാവില്ല. എന്തെല്ലാം പ്രശ്നവും തന്ത്രിയുടെ ഒക്കെ കാര്യം തീരുമാനമാവും. ആകെ വെപ്രാളപ്പെട്ട് ആകെ പ്രശ്നങ്ങളൊക്കെ ആവും. അപ്പോൾ ഒരാൾ കൊണ്ടുപോയിട്ട് നാളെ പെറ്റീഷൻ കൊടുക്കുമെന്ന് വിചാരിച്ചോളൂ. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ മാത്രം സഞ്ചാര സ്വാതന്ത്ര്യമുള്ള നായ്ക്കൾ എല്ലാവരും ചേർന്ന് രാത്രികാലങ്ങളിലൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും പറശ്ശിനിക്കടവ് മാത്രമല്ല ബാക്കിയുള്ള അമ്പലത്തിൽ പോണേ എന്ന് പറഞ്ഞിട്ട് കരയുന്നത് കൊണ്ട് അവർക്കും കൂടെ എല്ലാ ക്ഷേത്രങ്ങളിലും സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? നിങ്ങൾ അല്ല കയ്യടിക്കണ്ട, അല്ല അത് വേണ്ട, കയ്യടി കിട്ടാൻ വേണ്ടി പറയണല്ലത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ കയ്യടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശരിയല്ലാത്ത കാര്യമുണ്ടോ? അത് നമുക്ക് വേണ്ടത്. കാരണം ഈ പാശ്ചാത്യൻ ഇരുന്ന് കൈയടിച്ചാൽ പ്രഭാഷണം നിർത്തിക്കോളാന്നാ. അപ്പം ഞാൻ നിർത്താറായി എന്നുള്ളതാണ്. എഴുന്നേറ്റ് കൈയടിക്കുമ്പോഴാണ് അത് ആദരവാകുന്നത് പാശ്ചാത്യൻ്റെ സംസ്കാരത്തിൽ. ഇരുന്ന് കൈയടിച്ചാൽ നിർത്തി എത്രയും പെട്ടെന്ന് സ്ഥലം ഞാൻ ഇപ്പം പൊക്കോളാം കേട്ടോ. അപ്പോൾ അല്ല, ഞാൻ നിങ്ങളുടെ സന്തോഷം എനിക്ക് മനസ്സിലായി. എനിക്കൊരു അഭിപ്രായമുള്ള എന്താ വെച്ചാൽ, അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. എന്തെങ്കിലും നമുക്ക് ഹൃദയത്തിൽ ആനന്ദം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളറിയാതെ കൈയടിക്കുക. വളരെ നല്ല കാര്യം. അതിന് പകരം നേരത്തെ ചെയ്ത മാതിരി എന്തെങ്കിലും നന്മ നമ്മളിൽ ഉണ്ടായാൽ അപ്പം തന്നെ സദസ്സിൽ നാമം ജപിച്ചാൽ എത്ര മനോഹരമായിട്ടുണ്ടാവും അല്ലേ? അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പറയാൻ വരുന്നവർക്കൊരു സന്തോഷവും, കേൾക്കുമ്പോൾ ഒച്ചത്തിൽ നാമം ജപിക്കുക എന്നുള്ളതൊരു സമ്പ്രദായമായി. അപ്പോൾ നമുക്കും അത് പ്രയോജനമാണ്. അപ്പം നിങ്ങൾ എന്നെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത എൻ്റെ ഒരു വാക്കിൽ കൈയടിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അത് വേണ്ട. നമുക്ക് നമ്മളെ അറിയാന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം അപകടകരങ്ങളായിരിക്കുന്ന വാദങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഭഗവത് അവതാരങ്ങൾ പലതാണ്, ഓരോ മൂർത്തികൾക്കും ഓരോ രീതിയാണ്. ഇപ്പം ഭാരതത്തിൽ തന്നെ നമുക്കറിയാം 13 ക്ഷേത്രങ്ങളിൽ ഉള്ള സമ്പ്രദായങ്ങൾ, പുരുഷൻ സ്ത്രീ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വിവേചനങ്ങൾ മാത്രമാണ്. ഇപ്പം സ്ത്രീകൾ കയറിയാൽ ഇപ്പം എന്താ കുഴപ്പം? അങ്ങനെ ആലോചിക്കാത്ത എന്താണ്? ഇപ്പം പുരുഷന്മാരായിരിക്കുന്ന നമ്മൾ സ്ത്രീകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ ഞങ്ങൾ ചേർത്തോളാം, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞാൽ അതിന് ചെയ്തൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇതൊന്നും വിവാദങ്ങളിലേക്കൊന്നും നമ്മൾ വലിച്ചഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ മൂർത്തികൾക്കും ഓരോ പ്രഭാവങ്ങളുണ്ട്, ഓരോ രീതികളുണ്ട്. അതിന് വേണ്ടിയിട്ട് ഭഗവത് അവതാരങ്ങളെ പറഞ്ഞു. ഇനി 8ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ കൺക്ലൂഷനിലേക്ക് വരുമ്പം ഭഗവത് ഭജനമില്ലാത്തവരുടെ ഗതി എന്താണെന്നൊരു ചോദ്യമുണ്ട്. നല്ല രസമുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഭഗവത് ഭജനമില്ലാത്തവരുടെ ഗതി എന്ന് പറയുന്നത് എന്താണ്? അവർക്കൊരു ഗതിയില്ല. എന്താ ഗതി എന്ന് പറയാം? ഭഗവത് ഭജനം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിലെ ഋതം എന്ന് പറയുന്നതിനെ പ്രണയിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഭക്തി ഉണ്ടാവുക, ഈശ്വര വിശ്വാസം ഉണ്ടാവുക, അങ്ങനെയുള്ളതല്ല. ഇപ്പം ഈശ്വര വിശ്വാസികളൊക്കെ ചെയ്യണ നന്മയാണോ? അതുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ബോധിക്കേണ്ടത് ഇതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വര ഭക്തി എന്ന് പറയുന്നത് സഹജമായിട്ട് നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഗുരുകടാക്ഷത്തിൻ്റെ ഒരു പ്രഭാവം നമ്മളിൽ വരുമ്പം നമുക്ക് ബോധ്യമാവും ഈശ്വര ഭജനമുള്ളവരുടെ ഗതി എന്താണ്, ഇല്ലാത്തവരുടെ ഗതി എന്താണെന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യം നമുക്കിവിടെ ഇല്ല. കാരണം അങ്ങനെയുള്ളവർ ഇവിടെ ഇല്ല. ഈ സദസ്സിനത് അനുയോജ്യവുമല്ല. ഒടുവിലത്തെ ചോദ്യമാണ്, എപ്രകാരത്തിലാണ് ഭഗവത് പൂജ ചെയ്യേണ്ടത്? ഭഗവത് പൂജ എന്ന് പറയുന്നത് സഗുണമായിട്ടുണ്ട്,
നിർഗുണമായിട്ടുള്ള പ്രഭാവത്തിലുണ്ട്. ഏത് പ്രകാരത്തിലാണോ നമ്മൾ തുടങ്ങിയിട്ട് മുന്നോട്ട് പോകുന്നത് അതിനൊക്കെ അതിൻ്റേതായിരിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട്, അതിൻ്റേതായിരിക്കുന്ന ധർമ്മങ്ങളുണ്ട്. ഈശ്വര പൂജ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മനി പാപനാശം ചെയ്യുന്നത് തന്നെയാണ് പൂജ, ആത്മനിവേദനം തന്നെയാണ് ഈശ്വര പൂജ. അപ്പോൾ 9 ചോദ്യങ്ങൾ ഈ നിമി നവയോഗി സംവാദത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്ത് നിർത്താം. ഭാഗവത ധർമ്മം എന്താണ് എന്നൊരു ചോദ്യം, അതുപോലെ മായ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അടുത്ത ചോദ്യം, മായയെ മറികടക്കാനുള്ള ഉപായം എന്താണെന്ന് അടുത്ത ചോദ്യം, അതുപോലെ എല്ലാ ശബ്ദങ്ങളും ഒരു വസ്തുവിനെ ഉണ്ടല്ലോ, ആ വസ്തു യഥാർത്ഥത്തിൽ അതിന് സത്യം എന്താണ്? പല വസ്തുബോധങ്ങളിൽ അവശേഷിക്കുന്ന യഥാതഥമായിരിക്കുന്ന വസ്തുരൂപം എന്താണ്? അതുപോലെ തന്നെ ഇവിടെ കർമ്മയോഗത്തിൻ്റെ സാധ്യതകൾ എന്താണ്? അതുപോലെ കാലത്രയ സംബന്ധിയായിരിക്കുന്ന ഭഗവത് അവതാരങ്ങൾ ഏതാണ്? ഭഗവത് ഭജനം നടത്താത്തവരുടെ ഗതി, നടത്തുന്നവരുടെ ഗതി എന്താണ്? എപ്രകാരത്തിലാണ് ഈശ്വര പൂജ അനുധാവനം ചെയ്യേണ്ടത്? ഒരേ ഒരു കാര്യം മാത്രമാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനാണ് ശരണാഗതി. ആ ഭഗവത് തൃപ്പാദങ്ങളിൽ നമ്മുടെ ജീവിതം സറണ്ടർ ആവുകയാണ് വേണ്ടത്. ഭഗവാനോട് നമുക്ക് പറയേണ്ടതാണ്, ഞാൻ എന്നെ ഇതാ അങ്ങയിൽ സമർപ്പിച്ചിരിക്കുകയാണ്, അങ്ങയ്ക്ക് എന്തു വേണമെങ്കിലും ആവാം, എനിക്ക് അങ്ങയെ മാത്രമേ അറിയൂ. അതാണ് മീരയുടെ ഭജനിൽ മീര പാടിയത്. എന്താ മീര പാടിയത്? പറയട്ടെ ലോകം വെറും ഭ്രാന്തിയാം മീര, ഒരു പാട്ടു മാത്രമേ പാടൂ, മീര പാടുന്നു തളർന്നുവല്ലോ, കണ്ണുനീരു വറ്റിക്കഴിഞ്ഞല്ലോ, പാതകളനന്തം നടന്നലഞ്ഞെൻ്റെ ഈ പാദങ്ങൾ നൊന്തുവിണ്ടല്ലോ, എങ്ങനെ തൊടും മൃത്യുവെന്നെ ഈ ശ്യാമമാം സംഗീതമെന്നുള്ളിൽ വാഴ്കെ, എന്തിനെഴുതുന്നു പാടുന്നു ഞാൻ കൃഷ്ണ, നിൻ ശ്യാമ സംഗീതമൊന്നിനല്ലാതെ എങ്ങനെ തൊടും മൃത്യുവെന്നെ? എന്നെ ഒരിക്കലും മൃത്യുവിനെ തൊടാൻ സാധ്യമല്ല. നിന്റെ ശ്യാമമായിരിക്കുന്ന വർണ്ണം എൻ്റെ ഉള്ളിലുള്ളിടത്തോളം കാലം എന്നെ മൃത്യുവിന് തൊടാൻ സാധ്യമല്ല. അപ്പോൾ നിമിനവയോഗി സംവാദത്തിലെ ഒരേയൊരു ധർമ്മം ഇത് മാത്രമാണ്, അഹംവൃത്തിയുടെ തിരോധാനം. അഹം എന്ന് പറയുന്ന തത്വത്തെ, അതാണ് ഹരിനാമകീർത്തനം എന്തു പറഞ്ഞത്, എങ്ങനെ കാണണം? നവയോഗി സംവാദത്തിൽ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അതു തോന്നായിക വേണം, ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അഖിലം ഞാൻ, അഹം ബ്രഹ്മാസ്മി, സർവം ഖൽവിദം ബ്രഹ്മ, സർവം ഹേത്യദ് ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, സർവം ഖൽവിദമേവാഹം ന അന്യദസ്തി സനാതനമെന്ന് പറയുന്ന മാതിരി എല്ലാം അവിടുത്തേത് മാത്രമാണ്. ആ അവിടുത്തേതിലേക്ക് ഞാനും അവിടുന്നും ഇല്ല, എൻ്റേതെന്ന് ഞാൻ കരുതുന്നത് എൻ്റേതിൽ തന്നെ സമർപ്പിച്ച് ഞാൻ എന്നെ തന്നെ എന്നിലടക്കി എന്നെ ഉപേക്ഷിച്ച് അവിടുത്തെ സ്വരൂപം, എൻ്റെ സ്വരൂപം എന്ന ഭേദ ചിന്തയില്ലാതാവാൻ വേണ്ടി ഈ നവയോഗികൾ നടത്തിയിരിക്കുന്ന സംവാദം നിമിചക്രവർത്തിയുടെ ജീവിതത്തെ ധന്യധന്യമാക്കി മാറ്റി തീർത്തതുപോലെ നമ്മളെയും ധന്യമാക്കി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇത്രയും സമയം ഈ സദസ്സിൽ വന്നിരിക്കാൻ സാധിച്ച പുണ്യാതിരേഖത്തെ, പ്രത്യേകിച്ച് അതിനെ വേർതിരിച്ച് കാണേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നണില്ല. നമ്മളെല്ലാവരും ഇത്രയും സമയം ആനന്ദിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഇനിയും ആ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ, എല്ലായിടത്തും അത് പ്രസരിക്കട്ടെ. ഇവിടുന്ന് വീട്ടിൽ ചെന്നാലും ഇതേ ആനന്ദം നമ്മളെ തേടി വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങളും, എല്ലാ അമ്മമാരും അച്ഛന്മാരും കുട്ടികളും മുതിർന്നവരൊക്കെ ഈ ഉള്ളവൻ്റെ തലയിൽ 2 കൈയും വെച്ച് ഈ ഉള്ളവനെ അനുഗ്രഹിക്കുക. ഞാനെങ്കിലും നന്നാവണ്ടേ? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരും എനിക്ക് അച്ഛനമ്മമാരാണ്. നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലെങ്കിലും ഏതൊക്കെയോ ചില അജ്ഞാതമായിരിക്കുന്ന ശക്തികളുടെ പ്രഭാവം കൊണ്ട് ഈ മണ്ണിൽ കാലുകുത്താനുള്ള പരമഭാഗ്യം, ഇത്രയും സന്യാസി ശ്രേഷ്ഠന്മാരെ കാണാനും നമസ്കരിക്കാനുമുള്ള ഭാഗ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നെന്നും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അല്പമായ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു.